ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്തവരുള്ള തമ്മിലുള്ള വ്യത്യാസം ലോകം അറിയത്തക്കവണ്ണം തന്റെ ഭക്തന്മാരെ ഉയർത്തുന്ന ദൈവം അവിടുത്തെ നാമത്താൽ ഉയർത്തേണ്ടതിന് അങ്ങയുടെ കരങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവാത്മാവ് ഞങ്ങളോട് ശക്തമായി ഇടപെടണം. ഈ ശബ്ദപരിധിക്കുള്ള ശ്രദ്ധിക്കുന്ന ഏവരും കർത്താവിനെ അറിയുവാൻ, കർത്താവിൽ കൂടെ നിത്യജീവനും വീണ്ടെടുപ്പ് സൗഖ്യം പ്രാപിപ്പാൻ അവിടുത്തെ വചനത്താൽ വിടുതൽ ഈ രാത്രി ഒരുക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിക്കണം. ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഈ ദേശത്തെ അനുഗ്രഹിച്ച്, ഈ കൺവെൻഷനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം, സകല നന്മ കൊണ്ട് നിറയ്ക്കണം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടപ്പോൾ മാറണമേ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം ധാരാളം. ദൈവത്തിന്റെ ദിവസനാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം വൈദ്യശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് നമ്മുടെ മധ്യയെ അയച്ചിരിക്കുന്ന കർത്താവിൽ പ്രസന്നായ ദേവദാസൻ പാസ്റ്റർ KJ മാത്യു അവരുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തിയോടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസനാണല്ലോ. പ്രിയകർദാസനെ ഇവിടെ പരിചയപ്പെടുത്തിയുണ്ടായല്ലോ. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. തൻ്റെ പിതാവും കർത്താവിൽ പ്രസന്നായിരുന്നു. തൻ്റെ സഹോദരങ്ങളും കർത്താവിൻ്റെ വേലയിൽ ശുഷ്കാന്തിയോടെ ആയിരിക്കുന്നു. ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനെ കർത്താവ് നമ്മുടെ മധ്യ അയച്ചിരിക്കുന്നല്ലോ. കർത്താവ് തന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൂത് വളരെ ശക്തിയോടെ ദൈവജനത്തിന് കൈമാറ്റം ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൽ പ്രസന്നായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ KJ മാത്യു അവരുകളെ വളരെ ആദരവോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവഴുത്തിലേക്ക് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വളരെ വിനയത്തോടെ ക്ഷണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊരു വചനം വായിച്ചാണ് ഞാൻ സ്വല്പം വ്യാഖ്യാനിച്ച് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. 22-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. വെളിപ്പാട് 22:17. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവരും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം സംബന്ധിച്ച് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ പ്രയോജനമാണ്. അങ്ങനെ നാം സാധാരണ കേൾക്കാറുണ്ടെങ്കിലും ഇന്ന് രാത്രി അതിലേക്കല്ല ഞാൻ നിങ്ങളെ പ്രധാനമായി ക്ഷണിക്കുന്നത്. സമയബന്ധിതമായ ചില സന്ദേശങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. വെളിപ്പാട് 22-ാം അധ്യായം സംബന്ധിച്ച് അകലമാറി കേൾക്കുന്നവർക്കും അറിയാം, തിരുവഴുത്തിലെ അവസാനത്തെ അധ്യായമാണിത്. അതിൽ ഏതാണ്ട് അവസാന വാക്യം ഒന്ന് പറയാം. ഇപ്പോൾ വായിച്ച വാക്യം വേദശാസ്ത്രിമാർ ഇതിനെ വിളിക്കുക ദിസ് ഈസ് എ സ്റ്റാൻഡിങ് ഇൻവിറ്റേഷൻ എന്നാണ്. ഏതൽക്കാലികമായ എപ്പേർപ്പെട്ടവർക്കുമുള്ള നിരന്തരമായ ഒരു ഇൻവിറ്റേഷനാണ്, ഒരു ക്ഷണമാണ് ഈ വചനം. ആ വചനം ദാഹിക്കുന്നവരെ എല്ലാം ആവലോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തിരുവഴുത്തിലെ മാറ്റമില്ലാത്ത ഒരു ദൈവിക ക്ഷണമായിട്ട് നാം മനസ്സിലാക്കുന്ന ഈ ഭാഗം നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയും അതുകൊണ്ട് ഈ ഭാഗത്തുള്ള എല്ലാവരോടും, ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നത് മാത്രമല്ലോ ഞാൻ കാണേണ്ടത്, എനിക്ക് അല്ലാതെ കാണാനാണ് താല്പര്യം കൂടുതൽ. അതുകൊണ്ട് കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, ഈ രാത്രിയും പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവലോടെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സഭയുടെ സെന്ററിന്റെ ഇൻവിറ്റേഷന്റെ പല മാധ്യമങ്ങൾ, പല പ്രചരണ പരിപാടികൾ ഒക്കെ ഇവിടെ ആധുനിക കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ സെന്റർ കൺവെൻഷൻ സംബന്ധിച്ച് അറിയിപ്പുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നല്ലവരായ അയൽക്കാർ കുറെ കാലമായി ഈ ദേവാലയത്തിലെ ഉയരുന്ന ആരാധന ഒരു ഭാഗം വരെ ഒരു പരിധി വരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആലയത്തിനകത്തേക്ക് കയറി വരാൻ ആൾക്കാർക്ക് കുറെ വൈക്ലഭ്യങ്ങൾ, വൈമുഖ്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ആ അതിർപറമ്പുകളെ, മതിൽക്കെട്ടുകളെയും ബാബിഡ് വയേഴ്സിനെ അതിലംഘിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആണ്ടുകൾക്കപ്പുറത്ത് ഇമാതിരി ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് മാത്രം ഇതിനകത്തേക്ക് വന്ന് അതിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ദൈവസഭ ശക്തമായി നിങ്ങളെ ക്ഷണിക്കുന്നു. ഈ രാത്രി ഈ ചർച്ചിനകത്തേക്ക്, ദേവാലയത്തിലേക്ക്, ആരാധനയിലേക്ക്, യേശുവിന്റെ പാതാരബന്ധങ്ങളിലേക്ക് ദൈവാത്മാവ് ഒരുപാട് പേരെ ശക്തമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ തിരുവഴുത്തിന്റെ തുടക്കം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശീർഷകം അതിനുണ്ട്. നിങ്ങൾ സാധാരണ നാം വായിക്കുന്നത് യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്ന, വിച്ച് ഇസ് ഫൈൻ, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് അടുത്ത വാക്യമാണ് കുറച്ചുകൂടി ഇഷ്ടം. അതാണ് ഈ വാക്യത്തിലും ത്രസിച്ച് ഇന്ന് രാത്രി നിൽക്കുന്ന ഭൂത് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. മറ്റെന്തിനേക്കാൾ മറ്റാർക്ക് കൈമാറി എന്നതിനേക്കാൾ, അതിൻ്റെ മധ്യവർത്തി ആര് എന്നതിനേക്കാൾ ഈ പുസ്തകത്തിനകത്ത് തെളിഞ്ഞു നിൽക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്ന് രാത്രി ഉയരേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഈ രാത്രി നിങ്ങൾ ക്ഷണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കരമുർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കട്ടെ. അവന്റെ ക്ഷണം കേട്ട് വന്ന എല്ലാവരും ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. പാസ്റ്റർമാരുടെ മഹത്തുക്കളുടെ വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുക, ഈ ആലയത്തിനകത്ത് ഇന്ന് രാത്രി വരുന്ന എല്ലാവരെയും ദൈവമായി ക്ഷണിച്ചത് ഈ രാത്രി യേശുവിന്റെ ഇമ്പകരമായ ഇൻവിറ്റേഷൻ കേട്ടാണ് ദൈവസഭ ദൈവത്തെ ആരാധിക്കാൻ വന്നത്. ദേശത്തെ ഈ രാത്രി പരിശുദ്ധാത്മാവ് ശക്തമായി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. Praise the Lord. ഈ വേദഭാഗത്ത് പറയുന്ന ചില ഇൻവിറ്റേഷൻസ് ഒന്ന് നിങ്ങളോട് പങ്കുവെച്ച് അവസാനിപ്പിക്കുക ഞാൻ. അതുകൊണ്ട് അതിനുവേണ്ടി 4 പ്രധാനപ്പെട്ട ക്ഷണം ആളുകളെ ദൈവം വിളിക്കുന്ന 4 ഏറിയാകൾ ഈ അധ്യായത്തിലുള്ളത് ഒന്ന് ചൂണ്ടിക്കാണിക്കാം ഞാൻ. അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കാം. പാസ്റ്റർ സാബു, 6-7 വാക്യങ്ങൾ. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അവസാന വാക്യങ്ങളിലേക്ക് വന്നാലും ഇതേ കാര്യത്തിന്റെ ആവർത്തനം കാണുവാൻ കഴിയും. ഇന്ന് രാത്രി ഒരുപാട് പേരെ കർത്താവിന്റെ ആത്മാവ് ക്ഷണിക്കുന്നത് ദൈവത്തിന്റെ വചനം പ്രമാണിക്കാൻ വേണ്ടിയാണ്. കരമുട്ടി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ആകാശഭൂമികൾ മാറിപ്പോയാൽ മാറാത്ത ദൈവത്തിന്റെ വചനം, ആ വചനത്തിന്റെ ശബ്ദം കേട്ടാണ് കർത്താവിന്റെ സഭ ദൈവത്തെ ഈ രാത്രി ആരാധിക്കാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, മഹാരഥന്മാര് ആലയത്തിന്റെ സംഘടനയുടെ സംഘത്തിന്റെ സമുദായത്തിന്റെ പലമാതിരി ഭാവാഹാദ്യങ്ങളുടെ നേതൃത്വത്തിലിരിക്കുന്ന കുറെ ആദരണീയരും ബഹുമാനീയരുമായ ഒരുപാട് പേരെ കുറിച്ച് ഓർക്കാൻ നമുക്ക് എല്ലാവർക്കും ആകുമെന്നും ഈ ദേശത്തിലും അത്തരക്കാരുള്ള എന്നതിൽ എനിക്ക് സന്തോഷം ആണെന്നും പറഞ്ഞിട്ട് ഞാനൊരു ചെറിയ വിശദീകരണം പറയുകയാണ്. ഇന്ന് രാത്രി വ്യക്തികളുടെ തീട്ടൂരങ്ങളോ സഭകളുടെ ഭൂളാകളോ ഉത്തരവുകളോ കൽപ്പനകളോ അനുശാസനങ്ങളോ ഒന്നുമല്ല ആളുകളെ ക്ഷണിക്കുന്നത്. അത് കേട്ടല്ല നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. ഇന്ന് രാത്രി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവരാ ആരാധിക്കാൻ വരേണ്ടത്. അവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ഇൻവിറ്റേഷൻ നൽകുന്നത്. വചനം അനുസരിക്കാൻ മാത്യു വന്നിരിക്കുന്ന KJ മാത്യു എന്ന് പേര് വിളിക്കുന്ന എൻ്റെ പേരിൻ്റെ മാത്യു എന്ന വാക്ക് ഉണ്ടായത് മത്തായി എന്ന വാക്കിൽ നിന്നാണ്. ബൈബിൾ ഹിസ്റ്ററി അല്ല ഞാൻ പറയുന്നത്. എൻ്റെ അപ്പൻ്റെ അപ്പൻ കൊരട്ടിയിൽ മത്തായി എന്ന പേരുള്ള എക്സ് മിലിറ്ററിക്കാരൻ്റെ പേരാണ് ഇങ്ങനെ പരിഷ്കരിച്ച് മാത്യു എന്ന് ഭംഗി വരുത്തി എനിക്ക് ഇട്ടിരിക്കുന്നത് എൻ്റെ അപ്പൻ. ഈ പേരിന് കാരണക്കാരായ എൻ്റെ അപ്പിതാവ് റോമൻ കത്തോലിക്ക പാലായാണ് ഞങ്ങളുടെ തറവാട്. പാലാ പൈക 7-ാം മൈലിലെ കൊരട്ടിയിൽ തറവാട്ടിൽ ജനിച്ച് വ്യാകുലമാതാപൻ പള്ളിയിൽ അംഗങ്ങളായി കുറേ തലമുറകളായി ജീവിച്ചു വന്ന ആ കുടുംബത്തിൽ, പക്ഷേ എൻ്റെ ആ അപ്പച്ചന് ശുദ്ധ കത്തോലിക്കനാണെങ്കിൽ വേദവസ്തുവുമായി തരിമ്പും ബന്ധമുണ്ടായിരുന്നില്ല. അക്കാലത്ത് പുസ്തകം എല്ലാവർക്കും വായിക്കാൻ കൊടുക്കാറില്ല, വായിക്കാൻ അനുവാദവുമില്ല, വായിക്കേണ്ട കാര്യമില്ല. സുറിയാനിലെ ലത്തീനിലോ അച്ഛന്മാര് പറയുന്നത് കേട്ട് അവരെ നല്ല വിശ്വാസമായതുകൊണ്ട് ആമേൻ പറഞ്ഞ് മടങ്ങാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അനുവാദമില്ലാത്ത പ്രതീക്ഷയില്ലാത്ത കാലത്ത് എൻ്റെ അപ്പനെ പള്ളിയിൽ നിന്ന് മുടക്കി തന്നെ ബൈബിൾ വീട്ടിൽ വാങ്ങിയതുകൊണ്ടാണ്.
ഓർത്തു നോക്കി എന്ത് വിരോധാഭാസമാണ്. തിരുവെടുത്ത് വാങ്ങി വെച്ചതിന് ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ 75-80 കൊല്ലം മുമ്പ് അതൊരു വലിയ അപരാധമായിരുന്നു. കൊട്ടിമത്തായി എന്ന മഹാമദ്യപാനി വീട്ടിലെ എല്ലാം വിറ്റ് തുലച്ചിട്ട് തികയാത്തവന് വെള്ളമടിച്ച് കൃങ്ങി പാലാപട്ടണത്തിൽ പതിവ് പോലെ 4 മണിക്ക് നിന്നപ്പോൾ കോട്ടയത്തുനിന്ന് 2 CMSകാർ സഹോദരന്മാര്, പാസ്റ്റർമാരൊന്നുമല്ല, സഹോദരന്മാർ കാളവണ്ടിയിൽ സഞ്ചരിച്ച് പാലായിൽ വന്ന് അവിടെ ഒരു യോഗം നടത്തി. ഏറ്റുപറയുന്ന യോഗമാണ്, മൈക്കൊന്നുമില്ലല്ലോ. ആ പരിപാടി കഴിഞ്ഞിട്ട് ചെറിയ സുവിശേഷ ലഘുലേഖയും സുവിശേഷ പ്രതികളും കൊടുത്തപ്പോ കൈ നീട്ടി യോഹന്നാന്റെ സുവിശേഷം കിട്ടിയത് മേടിച്ചുകൊണ്ട് പോയിട്ട് വെള്ളമിറങ്ങിയ പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് ഈ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം മാത്രം വായിച്ച് യേശുവിനായി സമർപ്പിച്ചവനാണ് എന്റെ വലിയ. എനിക്കത് ഈസി ആയിരുന്നില്ല പ്രിയരെ. ചുമ്മാ ആരാണ്ട് പറഞ്ഞിട്ട് ഓടിക്കേറി വന്നവരല്ല അവരാരും, നമ്മളാരും. ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കാൻ വന്നവരെല്ലാം വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്നതാണ്. വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ കേട്ട് അനുസരിക്കുന്ന വീരന്മാരെല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. വചനത്തിന്റെ കരുത്തില ഈ രാത്രി ദൈവസഭ ദൈവത്തെ ആരാധിക്കുന്നത്. അവൻ വില കൊടുത്തവരാ ദൈവത്തെ ആരാധിക്കുന്നത്. അവൻ സങ്കടപ്പെട്ട് മുന്നോട്ടിറങ്ങിയത് വില കൊടുക്കാൻ. തിരുവെടുത്തു പോലെ അവൻ ഖണ്ഡിതമായ കൽപ്പനയുള്ള മാറ്റമില്ലാത്ത ദൈവാലോചനയുള്ള ഈശോ മിശിഹായുടെ തിരുവായി പറഞ്ഞ വചനങ്ങൾ, ശീകന്മാരുടെ കൽപ്പനകള് കൃത്യമായി പാലിക്കണമെന്ന് താല്പര്യപ്പെട്ട് നിർബന്ധപ്പെട്ട കുറെ പേര് പള്ളികൾ വിട്ട്, മതങ്ങൾ വിട്ട്, ഇസങ്ങൾ വിട്ട്, ആചാര്യന്മാരെ വിട്ട്, മേലാവികളെ വിട്ട്, മാടമ്പിമാരെ വിട്ട് എല്ലാ അതിർവരമ്പുകളെയും അതിജീവിച്ച് ആരാധിക്കാൻ വന്ന എല്ലാവരെയും ഓർത്തുന്ന രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കേ ആരാധിക്കാൻ പറ്റൂ, അവർക്കേ ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. എല്ലാവരും കരകളെ തട്ടി കരമടിച്ച് പുതിയ ഹാൻഡ് ഷോൾഡർ കരമടിച്ച രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. വെളിപ്പാടി കെട്ടി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. വചനം ഇടപെട്ട എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ വെളിപ്പാടി കിട്ടിയിട്ട് വില കൊടുക്കാൻ തയ്യാറായ എല്ലാവരും മടിക്കാതെ മറക്കാതെ രാത്രി ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. Glory to God. Glory to God. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, യോഹന്നാൻ 1-ാം അധ്യായം ജെയിംസ് പാസ്റ്റർ ഒറ്റയടിക്ക് ആർക്കും വായിച്ച തിരിയാത്ത അധ്യായമാണ്. ഹൈലി ഫിലോസോഫിക്കൽ. 1 മുതൽ വായിക്കുമ്പോൾ ഒരു പിടിയും കിട്ടത്തില്ല. 12-ാം വാക്യം വന്ന് 14ലേക്ക് വന്നാൽ ഏതാണ്ട് ഒരു ഐഡിയ ശരാശരി കിട്ടത്തുള്ളൂ. മദ്യപാനത്തെ കുറിച്ചോ വെറിക്കുത്തിനെ കുറിച്ചോ ക്ഷേത്രനെ പുകവലിയെ കുറിച്ചോ ഒന്നും പറയാത്ത യോഹന്നാൻ 1-ാം അധ്യായം. ഇതിനകത്ത് ഞാൻ വ്യക്തമായി പറയുന്നത് വചനത്തിന് ശക്തി ഉണ്ടെന്നാണ്. വ്യാഖ്യാനവും ഗ്രീക്കും ഹീബ്രു ഉപദേശിയും ഒന്നും വേണമെന്നില്ല. തിരുവെഴുത്ത് വായിച്ച അന്തരാളത്തിൽ ഒരു ഇടിവെട്ടിന്റെ അനുഭവം ഉണ്ടാകും. അത് കേട്ടവർ ആ കർത്താവിനെ സമർപ്പിച്ചിട്ടുണ്ട്. രാത്രി ഞാൻ പറയുക, വചനത്തിന് കരുത്തുണ്ട്. ദൈവസഭയെ കുറെ കാലമായി കയ്യിൽ പല പതിപ്പുകൾ പല ഷേപ്പിൽ മാറി മാറി കിട്ടിയത് കൊണ്ട് തിരുവെഴുത്തിനെ അവഗണിക്കാൻ നിനക്ക് പ്രമാണമില്ല. ഈ പുസ്തകം നെഞ്ചോട് അമർത്തി പിടിച്ച് അഭിമാനത്തോടെ ചവറയിൽ നടക്കുക, കൊല്ലപ്പെട്ട് നടക്കുക, തേവലക്കര നടക്കുക. അവൻ അഭിമാനം തോന്നിട്ട് എല്ലാവർക്കും ഈ വചനം അനുഗ്രഹത്തിന്റെ വചനമാണ്, അത്ഭുതത്തിന്റെ വചനമാണ്, അഭിഷേകത്തിന്റെ വചനമാണ്, രൂപാന്തരത്തിന് ശക്തിയുള്ള വചനമാണ്. ആ ശക്തി അനുഭവിച്ചവർക്ക് അത് ഉയർത്താൻ പറ്റത്തുള്ളൂ. ആ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി വചന പ്രവേശനം എനിക്ക് അനുഗ്രഹമായി ഉറപ്പുള്ളവർ മാത്രം ദൈവത്തെ ആരാധിച്ചാൽ മതി. വചനം അത്ഭുതം ചെയ്ത അനുഭവത്തിന്റെ കരുത്തുള്ളവർ മാത്രം ദൈവത്തെ ആരാധിച്ചാൽ മതി. വചനം രൂപാന്തരം വരുത്തിയവർ ആ ദൈവത്തെ ആരാധിക്കേണ്ടത്. അവർക്ക് വചനത്തിന്റെ ഒരു വലിയ സ്വാധീനം ഇന്ന് രാത്രി ഉണ്ട്. അവർ ആ ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു കനത്ത വില കൊടുത്തു. പെങ്ങന്മാര് എൻ്റെ വല്യപ്പനെ തല്ലി, ബന്ധുക്കൾ പുറത്താക്കി, ഷെയർ കൊടുത്തില്ല, അപമാനം പേറി കുറെ കാലം മാറി മാറി പലയിടത്ത് താമസിച്ചൊടുവിൽ കങ്ങഴയിലേക്ക് വന്ന് വേർപാടുകാരുമായി ഫെലോഷിപ്പ് ആരംഭിച്ചു. കാരണം വചനത്തിന്റെ വലിയ തിടുക്കം അകത്തുണ്ടായിരുന്നുകൊണ്ട് ഒരു ഫുൾ ബൈബിൾ അവിടുന്ന് കിട്ടിയത്. ബ്രദറുകാരുടെ കൂട്ടായ്മയിൽ പോയിട്ട് അവിടുന്ന് മലബാറിൽ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി എന്നതിനടുത്തുള്ള ചെമ്മനോട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് 12 മക്കളുമായി പോയി. തൻ്റെ കൊച്ചു കൂര തുറന്ന്, അത് നിങ്ങൾക്കറിയാം, ഓലപ്പുരയ്ക്കകത്ത്
കിടക്കുന്ന സ്ഥലമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതിൻ്റെ കട്ടിലൊക്കെ പുറത്തേക്ക് മാറ്റി വെച്ച് ഞായറാഴ്ച അസംത്ത് കൊണ്ട് ചെറിയ ആരാധന, അത് അസംത്ത് കൊണ്ട് അവിടെ വന്നതുകൊണ്ട് അങ്ങ് തുറന്നേ ഉള്ളൂ. ഒരു കൂട്ടായ്മ ആചരിക്കാൻ ദൈവം കൃപ നൽകി. ആ ഭവനം കർത്താവിനായി തുറന്നു. ഫൊറോനപ്പള്ളിക്കാർ എതിർത്തു. എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ ആരാധിക്കാൻ കൊച്ചുനാളിൽ പോയ ഓർമ്മകൾ എനിക്കുണ്ട്. വലിയ പള്ളിയുടെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോൾ കളിയാക്കൽ ഇഷ്ടം പോലെയാണ്. എങ്കിലും വെളിപ്പാടിനെ മുറുകെ പിടിച്ച എൻ്റെ പിതാവിൻ്റെ അമ്മ ആ സാറാമി എന്ന ദൈവദാസി ആക്ഷേപമെല്ലാം സഹിച്ച് 3 മൈൽ നടന്ന് ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഇളം കരങ്ങൾ പിടിക്കുമായിരുന്നു. അഭിമാനത്തിൽ വിളിച്ചു. ആ കുടുംബത്തിൽ നിന്ന് 17 പേര്, ഇപ്പറഞ്ഞ ജെയിംസ് അടക്കം 17 പേരെ ഫുൾ ടൈം വേലക്കായി ദൈവം എഴുന്നേൽപ്പിച്ചു. വില കൊടുത്തവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രി അഭിമാനത്തോടെ തിരുവെടുത്ത് ഉയർത്തിപ്പിടിക്കട്ടെ. യവനക്കാരെ, കോളേജിൽ പഠിക്കുന്നവരെ, കോളേജ് കുമാരന്മാരെ, കുമാരിമാരെ, ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, പുത്തൻ കോമ്പിനേഷൻസ്, യൂണിവേഴ്സിറ്റിയിലെ കിതാബുകൾ നെഞ്ചോടമർത്തി പഠിപ്പിച്ചിന്റെ ഭാവം ചമയുന്നവരെ, ഉലകത്തിലെ മറ്റേത് കിതാബിനേക്കാൾ, മറ്റേത് കൃതിയേക്കാൾ ഇന്ന് രാത്രി രൂപാന്തരം വരുത്തിയ, ഇന്ന് രാത്രി സജീവമായി തെളിയിക്കപ്പെടുന്ന, ഇന്നും അഭിഷേകത്തിന്റെ കുത്തകയുള്ള, അകത്തിടിച്ചു കഴിയുവാൻ കരുത്തുള്ള, കുടുംബത്തിലെ അന്തരീക്ഷം മാറ്റുന്ന, അന്ധകാരത്തിന്റെ മൂലകളിൽ വെള്ളി വെളിച്ചം വിതറുവാൻ കരുത്തുള്ളത് ഈ സുവിശേഷമാണെന്ന് ഉറപ്പുള്ള എല്ലാവരും ദൈവത്തെ ശക്തമായി തുതിച്ചാരാധിക്കട്ടെ. വചനത്തിൽ ശക്തിയുണ്ട്. വചനം ശക്തിമത്താണ്. ആ വചനം ഇന്ന് രാത്രി ശക്തമായി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമർ 1-ാം അധ്യായത്തിൽ, വാക്യങ്ങളെല്ലാം വായിക്കേണ്ട സാന്ദർഭികമായിട്ട് പറയുക, റോമർ 1:14 മുതലും പിന്നെ 2 തിമോത്തിയോസ് 2-ാം അധ്യായം 5-ാം വാക്യത്തിലൊക്കെ പൗലോസ് 3 വേദവാക്യങ്ങൾക്കകത്ത് നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു പ്രസംഗമാകണം, അതേക്കുറിച്ച് ഞാൻ പറയുകയല്ല. അതിങ്ങനെ അദ്ദേഹം സുവിശേഷം എനിക്ക് അഭിമാനമാണ്, സുവിശേഷം എൻ്റെ അനുഭവമാണ്, സുവിശേഷം എനിക്ക് അനുരഞ്ജനമില്ലാത്തതാണ്. രാത്രി ഉടക്കുകളോ എതിർപ്പുകളോ ആക്ഷേപഹാസ്യങ്ങളോ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മറവിൽ, തിരിവിൽ, വളവിൽ, ഒളിവിൽ, ഇരുളിൽ ആത്മീയൻ പുസ്തകവും പേറി അമ്മമങ്ങന്മാർ വരുമ്പോൾ കളിയാക്കാൻ ഇന്നും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എന്നത് ശരിയാണെങ്കിലും ആമേൻ, ഒരു കോംപ്രമൈസും ഇല്ലാതെ, വിട്ടുവീഴ്ചയില്ലാതെ രാത്രി പാസ്റ്റർ ജോസ് രാത്രി ആവർത്തതുപോലെ ആത്മരക്ഷയ്ക്ക് ഒരു മാർഗം മാത്രമെന്ന്, ആമേൻ, രക്ഷകൻ ഒരുവൻ മാത്രമെന്ന്, മധ്യസ്ഥൻ ഒരുവൻ മാത്രമെന്ന്, ആത്മരക്ഷയ്ക്കായി, പാപമോചനത്തിനായി, സ്വർഗപ്രവേശനത്തിനായി ആമേ തുറന്ന വാതിൽ ഒന്നു മാത്രമെന്ന്, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യത്തിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഈ രാത്രി ഉറക്കെ ആത്മീയന് വെള്ളം ചേർക്കാതെ ദൂത് വിളിച്ചു പറയുക. ഈ രാത്രി അത് വിളിച്ചു പറയുക. യേശു മാത്രം അങ്ങാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങയുടെ വചനമാണ് സാക്ഷാൽ സത്യവചനം. അതിലാണ് ദൈവസഭ അഭിമാനിക്കേണ്ടത്. നിങ്ങളറിയുന്ന പൗലോസ് ഫിലിപ്പിയർ 3:4 മുതൽ 7 വരെ വായിക്കാനല്ല, അവിടെ 6 credential credibilities of Paul എന്ന് സ്കോളേഴ്സ് വിളിക്കുന്ന അടിസ്ഥാനപരമായ 6 അഭിമാന ചിഹ്നങ്ങളും സ്തംഭങ്ങളും ആരോടും മുഖത്ത് നോക്കി പറയാൻ ധീരോദാത്തമായ നിലപാടുകൾ ഉണ്ടായിരുന്ന പൗലോസ് എബ്രായ പൈതൃകം മുതൽ റോമൻ പൗരത്വം വരെ പറഞ്ഞ അഭിമാന വിജൃംഭിതനായി നിൽക്കാൻ തയ്യാറായ പൗലോസ്, തല്ലാൻ വന്നവനോട് ഇടയ്ക്ക് വകുപ്പ് ചോദിച്ച പൗലോസ്, റോമൻ നിയമത്തിന്റെ ഇത്ര മെയിൻ പോയിന്റ്, ഇത്ര അനുച്ഛേദം അനുസരിച്ച് ഇത് നിയമപ്രകാരമാണോ എന്ന് ചോദിക്കാൻ തക്ക വിവരമുണ്ടായിരുന്ന പൗലോസ്, അധികാരികളെ വാഗ്ദോടന കൊണ്ട് ഞെട്ടിച്ച പൗലോസ്, എപ്പിക്കൂരെയും സ്തോയിക്കരെയും അത്ഭുതപ്പെടുത്തിയ പൗലോസ്, അറിവേക്കുന്നിലെ ആ സ്ഥിരം പ്രസംഗവേദിയിൽ 2ാമത് പ്രസംഗിക്കാൻ അവസരം കൊടുക്കാമെന്ന് പറയത്തക്ക നിലയിൽ പ്രസംഗ ചാതുര്യ കരുത്തോടെ തെളിയിച്ച പൗലോസ് പറയുന്നു, ഇതെല്ലാം എൻ്റെ അഭിമാന ചിഹ്നങ്ങളാണ്. പക്ഷെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണെന്ന് 2025-ാം ആണ്ടിലും കർത്താവിന്റെ സഭ ഉറക്കെ പറയട്ടെ. ഇത് സുവിശേഷം എനിക്ക് അഭിമാനമാണ്, എനിക്ക് ലജ്ജിക്കാൻ വകയില്ല. ആമേൻ. എന്നെ അറിയാവുന്നവർക്കറിയാം,
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോഗം പരസ്യയോഗമാണ്. ഈ വർഷവും ഈ വർഷം ജനുവരിയിൽ, കഴിഞ്ഞ വർഷത്തിലും ഞങ്ങൾ കുടുംബമായിട്ട് പല പരസ്യങ്ങൾക്ക് പോകാൻ ദൈവം കൃപ നൽകി. അപമാനത്തിന്റെ കാര്യം എനിക്കില്ലല്ലോ, കാരണം അതെനിക്ക് അഭിമാനമാണ്. ദൈവത്തിന്റെ വചനം. നാട്ടാർ എന്നാ ഈ ചവറയിൽ ഞങ്ങൾ നാൾ പരസ്യം നടത്തുന്നതാണ്, അസമത്കോടിന്റെ മുക്കില്. ഞാൻ ചെറുപ്പക്കാരോട് പറയുകയാണ്, കേൾവിക്കാരോട് പറയുകയാണ്, കുറെ ആളുകൾ ഇവിടെ പുസ്തകം വേണ്ട പോലെ, വേദപുസ്തകമല്ല, ചരിത്ര പുസ്തകം വേണ്ട പോലെ വായിക്കാതെ, അറിവ് കാര്യമായിട്ടില്ലാതെ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പുലമ്പുന്ന കുറെ പേരാണ് സുവിശേഷത്തിന്റെ കരുത്ത് ചോർത്തിക്കളയാൻ ശ്രമിക്കുന്നത്. ഈ രാത്രി ഞാൻ ചരിത്ര പുസ്തകങ്ങളെ അവലംബിച്ചുകൊണ്ട് തെളിവുകൾ നിരത്താൻ സമയം ഒത്തിരി എടുക്കാതെ ഞാൻ വായിച്ചും പഠിക്കാൻ യൂണിവേഴ്സിറ്റിയിൽ നിർബന്ധിക്കപ്പെട്ടതുമായ ഹിസ്റ്ററി പുസ്തകങ്ങളെ മാത്രം അവലംബമാക്കിക്കൊണ്ട് ശ്രീധരമേനോൻ എഴുതിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് ബുക്ക് ഞാൻ പഠിച്ചത് മാത്രം ഉദ്ധരിച്ചുകൊണ്ട്, അതുപോലെ കേരള യൂണിവേഴ്സിറ്റിയിലെ RC മജുംദാറിന്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ക്രൈസ്തവയുമായി തരിമ്പും ബന്ധമില്ലാത്ത ആ രണ്ട് അക്രൈസ്തവ വിജ്ഞാന ശ്രീഭണ്ഡാരങ്ങൾ യൂണിവേഴ്സിറ്റീസിന് വേണ്ടി എഴുതിയുണ്ടാക്കിയ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, യേശുവിന്റെ സുവിശേഷം ഇന്ത്യക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കരമുട്ടി എല്ലാവരും സൂചിച്ചാട്ടെ, ഒരു തിന്മയും ചെയ്തിട്ടില്ല. കുറെ വർഗീയ കാളകൂടത്തിന്റെ വിഷങ്ങൾ ചിലപ്പോൾ തുപ്പുന്ന കോമരങ്ങൾ ചിലപ്പോൾ പലതും വിളിച്ചു പറഞ്ഞേക്കാം. പക്ഷേ ചരിത്രം മറിക്കുന്നവൻ പറയും, ഇന്ത്യയുടെ അന്ധകാരം മാറ്റിയത് യേശുവിന്റെ സുവിശേഷമാണ്. പാവപ്പെട്ടവനെ കരം പിടിച്ചുയർത്തിയത് യേശുവിന്റെ സുവിശേഷമാണ്. ഈ എണ്ണത്തിലൂടെ ശരാശരിക്കാൻ നടക്കാൻ മേലാത്തപ്പോൾ അവന് വേണ്ടി വഴി തുറന്നത് യേശുവിന്റെ സുവിശേഷമാണ്. അമ്മപങ്ങന്മാർക്ക് ഭംഗിയായി നാണം മറിച്ച് നടക്കാൻ MC റോഡ് തുറന്നത് യേശുവിന്റെ സുവിശേഷമാണ്. പാവപ്പെട്ട കുഷ്ഠരോഗിയെ തട്ടിക്കളയാൻ വിധിക്കപ്പെട്ട പൗരാണികമായ പ്രാചീനമായ അതികിരാതമായ വകുപ്പുകളെ ഇല്ലാതാക്കി അവന് വേണ്ടി റീഹാബിലിറ്റേഷൻ സെന്ററുകൾ തുറന്നത് യേശുവിന്റെ സുവിശേഷമാണ്. സാധു പഠിക്കരുതെന്ന് പറഞ്ഞ് ശടിച്ച ബ്രാഹ്മണ മേധാവിത്വത്തെ ആട്ടിമറിച്ച് പരമസാധുവിനെ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിയാൻ മനസ്സ് വെച്ചത് യേശുവിന്റെ സുവിശേഷമാണ്. അങ്ങനെ നാടിന്റെ നാനാകോണിൽ നന്മകൾ വാരി വിതറിയ വെളിച്ചവാഹിയായ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി. അഭിമാനത്തോടെ എല്ലാവരും കരമുട്ടി കർത്താവ് സ്തുതിക്കാൻ ശക്തമാണ്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ. അഭിമാനത്തോടെ ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ വചനം അഭിമാനകരമാണ്. അത് നെഞ്ചോട് അമർത്തി ധൈര്യമായി നടക്കാം യുവാക്കളെ നമുക്ക്. ഞങ്ങൾ ജെയിംസ് ജോർജ് പറഞ്ഞു, ഞാനും ചിലപ്പോൾ എന്നൊക്കെ അദ്ദേഹം പ്രായം കുറവായിരിക്കും, എന്നാലും ഞങ്ങൾ പ്രായമുള്ള എല്ലാവരും ചേർന്ന് ഈ രാത്രി പറയുകയാണ്, കുറെ കാലമായി ഞങ്ങളിത് പിടിക്കുന്നത്. ഞാൻ ഒരുപാട് കാലമായി സ്നേഹിതരെ വേറെ ഒന്നും പിടിക്കാൻ പോകാത്തത് കൊണ്ട്, കൊച്ചുനാൾ മുതൽ പുസ്തകം പിടിക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട്, അപ്പന്റെ പരസ്യത്തിൽ പുസ്തകം എടുത്ത് തമ്പേറും കൊട്ടി നടന്ന ഒരു ബാലനായിരുന്നു ഞാൻ എന്നതുകൊണ്ട് ഒരു അപമാനഭാരമില്ലാതെ എവിടെയും സന്തോഷത്തോടെ എന്റെ നന്മയുടെ അടിസ്ഥാനം, എന്റെ ഉയർച്ചയുടെ അടിസ്ഥാനം, എന്റെ എല്ലാ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമാണെന്ന് ഈ രാത്രി ഉറക്കെ പറയുന്നു. അഭിമാനിക്കൂ എല്ലാവരും. ലജ്ജിക്കേണ്ട, സുവിശേഷം അഭിമാനകരമാണ്. വചനം അനുസരിച്ചുകൊണ്ട് പ്രിയരെ ആളുകൾ വേർപെട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്റെ ബന്ധുക്കളും പാലായിലെ ബന്ധുക്കൾ ചോദിക്കും, എടാ കാര്യമൊക്കെ ശരിയാ, എന്തിനാ പള്ളി വിട്ടുപോയി? വലിയ മനപ്രയാസത്തില ചോദിക്കുന്നത്. അതും വായനയുടെ കുറവുകൊണ്ടാണ്. തിരുവെടുത്ത് പറഞ്ഞുകൊണ്ടാ നമ്മളെല്ലാവരും വേർപെടാൻ തയ്യാറായത്. ഞാൻ ചിലപ്പോൾ ഓർക്കും, പെന്തക്കോസിൽ വന്നാല് ഇവിടെ ഡോളറും ദറംസും റിയാലും യൂറോയും ഒക്കെ ഉണ്ടെന്നാ പൊതുവെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ. ഞാൻ തുറന്നു പറഞ്ഞാലേ പെന്തക്കോസിലെ പോലെ പൈസ കൊടുക്കേണ്ട ഒരു പ്രസ്ഥാനം വേറെ ലോകത്തിലില്ല. സത്യം. പിരിവിന്റെ കൂടായത് ചിലപ്പോൾ ചർച്ചിലൊക്കെ ഒന്നും രണ്ട് ജെയിംസ് മാസ്റ്റർ അമേരിക്കൻ ചർച്ചുകളൊക്കെ അവര് സ്തോത്രാഴ്ച 1, 2, 3 ഒക്കെ എടുക്കും. ഇംഗ്ലീഷ് ചർച്ചുകളിൽ ഓരോ മിഷൻസിന് വേണ്ടിയല്ല, പാസ്റ്റർക്ക് വേണ്ടിയല്ല.
പൈസ മറ്റേ നമ്മൾ ചില്ലറ പൈസ വല്ലയിടത്തൊന്ന് എറിഞ്ഞേച്ച് പോകുന്നവരാ. അതിന് കണക്കുമില്ല, എടുത്തുകുത്തുമില്ല, രസീതുമില്ല, ഒത്താ എറിഞ്ഞുമില്ല, എറിഞ്ഞില്ല, ചോദിക്കാനും ആളില്ല. അങ്ങനെ കുറെ ഉഴപ്പത്തിൽ നടന്നവരാ പെന്തക്കോസ്തിൽ വന്ന് ഒരുപാട് വേലയ്ക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ലാഭം ഉണ്ടാക്കാൻ വന്നവരല്ല ആരും, നടക്കത്തില്ല. അങ്ങനെ കാശ് കിട്ടുന്ന കച്ചവടം ഇവിടെ ഇല്ല. കൊടുത്ത ദൈവത്തെ സേവിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, കൊടുത്തവരെല്ലാം നന്മ പ്രാപിച്ചിട്ടുണ്ട്, ആർക്കും കുറഞ്ഞിട്ടില്ല. KJ മാത്യു എന്ന പേരുള്ള ഈ പഴയ ഉപദേശി 41-ാം കൊല്ലം സുവിശേഷങ്ങളിൽ ഇങ്ങനെ കട്ടിച്ച് നിൽക്കുന്ന ഒരുവൻ നിലയ്ക്ക് താഴ്മയോടെ പറയുന്നു, എൻ്റെ എല്ലാ ഞെരുക്കുകളും കർത്താവ് മാറ്റി. ആരും ഡോളർ തന്നിട്ടല്ല, ആരും ഒരു എമൗണ്ട് തന്നിട്ടല്ല, കർത്താവ് തരുന്നതെങ്കിലും ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറായത് മുതൽ ഇന്ന് വരെ അത്ഭുതങ്ങൾ കണ്ട് മുന്നോട്ട് വന്ന ആളാണ്. ദൈവസഭയോട് വിളിച്ചു പറയുക, ബാക്കിക്കുറി അടിക്കാൻ കാത്തിരിക്കണ്ട, വലിയൊരു സഹായിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട, ആ മാസികയില് കണ്ടിട്ട് അപേക്ഷ കൊടുത്തിട്ട് നന്നാകുമെന്ന് ആരും വിചാരിച്ച് നോക്കിയിരിക്കണ്ട, അവരെ പഠിക്കണ്ട. നിങ്ങൾക്ക് കാശ് കിട്ടാൻ ഏറ്റവും നല്ല വഴി ത്യാഗത്തോടെ കർത്താവിന്റെ വേലയ്ക്ക് കൈ തുറക്ക്. ഞെരുക്കങ്ങൾ ദൈവം മാറ്റും. ഉറപ്പുള്ള എത്ര പേരുന്ന രാത്രിയുണ്ട് അവർ ദൈവത്തെ വേലയ്ക്ക് കൊടുത്ത് അനുമതി ആവശ്യം മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. അതെ, കർത്താവ് ധാരാളമായി തരാൻ പോകുക. കാശ് കിട്ടാനോ സ്ഥാനം കിട്ടാനോ കപ്പ്യാരാകാനോ കൈക്കാരനാകാനോ വേർപെട്ട് വന്നവരല്ല ദൈവസഭ. ദൈവസഭ വചനം പ്രമാണിക്കാൻ വന്നവരാണ്, വചനം പ്രമാണിക്കാൻ വന്നവരാണ്. അതിന് ഒത്തിരി വില കൊടുത്തിട്ടുണ്ട്. ആക്ഷേപം ഇന്നുകൊണ്ട് വീട്ടുകാർ പോലും, ഞാൻ ചിലപ്പോൾ ഓർക്കും, നമ്മുടെ വീട്ടുപേര് അവരുടെ ആയിട്ട് പോലും അത് വേറെ കുടുംബമെന്ന് പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചിട്ടുണ്ട്. കല്യാണത്തിന് വിളിക്കാതെ, ശവടക്കിന് പോലും വിളിക്കാതെ ഒറ്റപ്പെടുത്തി ഒരുപാട് പേര് എല്ലാ നാട്ടിലും ഉണ്ട്, ശബറയിലും ഉണ്ടായിരിക്കും. പക്ഷെ പ്രിയരെ, ഞങ്ങൾ തുറന്നു പറച്ചില് ഈ രാത്രി നടത്തുകയാ. ഞങ്ങളെല്ലാം കഷ്ടപ്പെട്ട് പണം മുടക്കി അപ്പന്മാര് കല്ല് ചുമ്മിപ്പെടുന്ന ദേവാലയങ്ങൾ, വലിയ മഹത്തായ ദേവാലയങ്ങൾ, അത് പിരിയുമ്പോ 10,000 പേര് ഇറങ്ങി വരുന്ന മഹാകാഴ്ചകള്, തിരുനാൾ പെരുന്നാളുകൾ, ആടയാഭരണങ്ങൾ, വേഷഭൂഷാദികൾ, ആലക്തി ദീപങ്ങൾ, സംഭവങ്ങൾ, സംവിധാനങ്ങൾ, സന്നാഹങ്ങൾ, ആഹ്ലാദത്തിമൃപ്പുകൾ, ആരവാരങ്ങൾ മധ്യ നിന്ന് ഇറങ്ങിപ്പോരാൻ എളുപ്പമായിരുന്നില്ല. അത് എളുപ്പമായിരുന്നില്ല. പക്ഷേ ഈ വചനം ഇടപെട്ടു. തിരുവഴുത്തിന്റെ പ്രവൃത്തി ഞങ്ങൾ കണ്ടവരാ. അതുകൊണ്ട് ഇന്ന് രാത്രി വില കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് വേർപാട്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. വചനം അനുസരിക്കുക എന്ന പരിശുദ്ധാത്മാവ് ഈ രാത്രി പലരോടും ശക്തമായി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, ഈ പെന്തക്കോസ്ത് തന്നെ ചരിത്രപരമായി വേർപാടിന്റെ ഒരു ബാക്കി പത്രമാണ്. കർത്താവിന്റെ വരവ് വൈകിയാൽ ഇനിയും പലതിലേക്ക് മടങ്ങാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. പാസ്റ്റർമാർ കൃത്യമായിട്ട് അങ്ങ് എത്തിയെന്ന് എനിക്ക് മാളിമുറിയിൽ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അന്യഭാഷയും കാര്യങ്ങളിൽ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും മാളിമുറിയിലെ കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് മടക്കി കിട്ടാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ട് ഞാൻ വിളിച്ചു പറയുന്നു, പെന്തക്കോസ്തിൽ വന്ന് നിൽക്കുന്നത് ഒരു നൂറ്റാണ്ട് ചില്ലുവാനുമായിട്ട് ഈ വചനത്തിന്റെ അനുസരണം കാട്ടാൻ തയ്യാറായതുകൊണ്ടാണ്. ഞാൻ ചരിത്രത്തിന്റെ ഒരാളാണ്, അതെല്ലാം പറയാൻ ഇവിടെ നേരമില്ല. എങ്കിലും ഒന്ന് ഓടിച്ചു പറയാം. 590 മുതൽ AD 590 മുതൽ 1517 വരെയുള്ള കാലഘട്ടത്തെ ക്രൈസ്തവ സഭാചരിത്രത്തിൽ അന്ധകാര യുഗമെന്ന് നാം വിളിക്കുന്ന റോമൻ കത്തോലിക്കർ ഗോൾഡൻ ഏജസ് എന്നതിനെ വിളിക്കാറുണ്ട്. ചരിത്രപരമായ 2 കോൺട്രാസ്റ്റിംഗ്. ദാറ്റ്സ് ഓക്കെ. അവൻ നവീകരണക്കാര് ഈ 10 നൂറ്റാണ്ടിനെ അന്ധകാര യുഗം എന്ന് വിളിക്കും. അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. അവിടെ അന്നേരം തീർത്ഥാടനം വന്നത്, അപ്പോഴാ പുണ്യാളച്ചന്മാര് വന്നത്, അന്നേരം മധ്യസ്ഥന്മാര് വന്നത്, അന്നാ സന്യാസാശ്രമങ്ങൾ വന്നത്, അന്നാ വചനം പുറകാൽ തട്ടിക്കളഞ്ഞത്, അന്നാ ആടയാഭരണങ്ങൾ വന്നത്. അങ്ങനെ ഒരുപാട് ഇന്ന് കാണുന്ന കുഴച്ചിലുകൾ കയറി വന്ന് തിരുവഴുത്തിനെ പുറംകാലൂടെ തട്ടി മാറ്റി ആരാധനയിൽ വെള്ളം ചേർത്ത് ഒരുപാട് ആരാധ്യന്മാരെ പെരുക്കി മുന്നോട്ട് പോയ ഒരു ഗതികേട് 10 നൂറ്റാണ്ട് കർത്താവിന്റെ സഭയ്ക്കുണ്ടായി. ആ ദുരവസ്ഥയ്ക്ക് ശേഷം 1517 ബാക്ക് ടു ദ ബൈബിൾ എന്ന സ്ലോഗൻ ഉയർത്തി പറഞ്ഞിട്ട് ആ ശബ്ദം ഉയർത്തിയ ഇറാസ്മസ് എന്ന നവീകരണക്കാരൻ, ഹ്യൂമനിസ്റ്റ് എന്ന് വിളിക്കുന്ന അയാൾ, ഫ്രണ്ട്സ് ഓഫ് ഗാഡ് എന്ന മറ്റൊരു സംഘം, കത്താരി എന്ന വേറൊരു സംഘം, കൊച്ചു കൊച്ചു ഉണർവ് സംഘങ്ങളെ
അവിടുത്തെ അച്ചുടച്ചു, അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഭൂരിപക്ഷ ക്രൈസ്തവത. പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടേ മതിയായുള്ളൂ എന്നതുകൊണ്ട് 1517 ഒക്ടോബർ മാസത്തിൽ അഗസ്റ്റീൻ മൊണാസ്ട്രിയുടെ അധ്യക്ഷനും മാർട്ടിൻ ലൂതറിന്റെ സ്ഥലമായ ജർമ്മനിയിലെ വിറ്റൻബർഗിലെ അവിടുത്തെ വലിയ യൂണിവേഴ്സിറ്റിയിലെ തിയോളജി പ്രൊഫസറുമായിരുന്ന മാർട്ടിൻ ലൂതർ എന്ന അച്ഛൻ പാപക്ഷമയുടെ ഉറപ്പില്ലാതെ സങ്കടപ്പെട്ട് അകത്തെരിവിരി കൊണ്ട് കണ്ണീരോടെ ഇരുന്നപ്പോ റോമലേഖനം 1-17 വാക്യം ആത്മാവ് വെളിപ്പെടുത്തി കാണിച്ചു. അത് വായിച്ചാണ് വിശ്വാസ നീതീകരണ ഉപദേശത്തിലേക്ക് വന്നത്. അവിടെ തുടങ്ങി നവീകരണത്തിന്റെ അത്ഭുത പ്രവൃത്തികള്. അങ്ങനെയാ ദൈവസഭയിൽ വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒന്നാമത്തെ ചുവട്ടെടുക്കാനിടയായിത്തീരുന്നത്. കേവലം തുടക്കം മാത്രമാണ്. നവീകരണത്തിന്റെ മാർട്ടിൻ ലൂതർ തന്നോടൊപ്പം ഇറങ്ങി വന്ന ജോൺ കാൽവിൻ ഉൾറിച്ച് സ്വിഗ്ലി എന്ന നവീകരണ ത്രയങ്ങൾ എന്ന് നാം വിളിക്കുന്ന മഹാരഥന്മാരിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ട് ഒരുപാട് വില കൊടുത്തു. അനാബാപ്റ്റിസ്റ്റുകളെ കുറെ പേര് കൊന്നൊടുക്കിയിട്ട് അനാബാപ്റ്റിസ്റ്റ് എന്നും ഇർവിംഗൈറ്റ്സ് എന്നും ജാൻസനൈറ്റ്സ് എന്നും കോയിക്കേഴ്സ് എന്നും ഷെയ്ക്കേഴ്സ് എന്നും ഹോൾനെസ് എന്നും പേര് പറയപ്പെട്ടവര് നൂറ്റാണ്ടുകളായി ദൈവം ഉപയോഗിച്ചു. ഒടുവിൽ 1901 ജനുവരി മാസം 1-ാം തീയതി വെളുപ്പാങ്കാലത്ത് 5:30 മണിക്ക് അമേരിക്കാരിയായ മദാമ പെൺകുട്ടിയായ ആഗ്നസ് ഓസ്മാൻ കണ്ണീരോടെ പ്രാർത്ഥിച്ച ഒരു ചെറിയ സംഘത്തിൽ കുത്തിയിരുന്ന 19-കാരി സഹോദരിയുടെ അകത്ത് ദൈവാത്മാവിന്റെ ഇടിച്ചിറക്കമുണ്ടായി. അവൾ നാവ് ഉയർത്തി ചൈനീസ് ഭാഷയിൽ ദൈവത്തെ ആരാധിക്കാൻ ആരംഭിച്ചു. അതാണ് ആധുനിക പെന്തക്കോസ്ത് പ്രസ്ഥാനം. കരപുറത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. തിരുവഴുത്തിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ബൈബിളിലേക്ക്, വേണ്ട എന്ന് വെച്ച ഉപദേശങ്ങളിലേക്ക് കർത്താവിന്റെ സഭയെ മടക്കി വരുത്താനുള്ള ചരിത്രപരമായ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് വചനം വായിച്ച് സമർപ്പിച്ച് വില കൊടുത്ത ഒരുപാട് പേര് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. ആ നിർബന്ധത്തിന്റെ ഭാഗമായിട്ട് ഈ രാത്രി നാം ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. സന്നാഹമില്ലാത്ത, സംവിധാനമില്ലാതെ, കാണാൻ സുന്ദില്ലാത്ത, കേൾക്കാൻ മാധുര്യമില്ലാത്ത, ഇമാതിരി തൊണ്ട പൊളിപ്പൻ ഏർപ്പാട് മാത്രം നടക്കുന്ന, ഒരുപാട് സംഗീതാത്മകത ഇല്ലാത്ത, കണ്ണിനും കാതിനും കള്ളിനും ഉള്ളത്തിനുമൊന്നും ആനന്ദം നൽകുന്ന ഒരുപാട് സംഭവങ്ങൾ ഇല്ലാത്ത, ആൾക്കാരാക്ഷേപിക്കുന്ന കൊച്ചു കുടീരങ്ങൾക്കകത്തേക്ക് വേർപെട്ടിട്ട് വിമ്മിഷ്ടപ്പെട്ടും വെയിൽ കൊണ്ടും അവൻ വിയത്തൊലിച്ചും ഞങ്ങൾക്ക് ദൈവത്തെ പക്ഷേ ആത്മാവിൽ ആരാധിക്കണമെന്ന് നിർബന്ധമുള്ളവരായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നത്. അവർ ദൈവത്തെ ശക്തമായി കരമുറിച്ച് ഈ രാത്രി ആരാധിക്കട്ടെ. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരു സാധ്യമുള്ള എല്ലാവരും ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. അതാ ദൈവത്തിന്റെ പ്രവൃത്തി. അതിനുവേണ്ടി വില കൊടുത്തവരാണ് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്നത്. Praise the Lord. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ജോയ് പാസ്റ്ററെ, നമ്മുടെ ഇതിനകത്തുള്ള ആരാധനയില് ഒരു കോംപ്രമൈസ് നടത്താൻ നമുക്ക് പറ്റത്തില്ല. ഈ കൺവെൻഷനേക്കാൾ തകർപ്പൻ ആരാധന ഉയർത്തിയേ പറ്റൂ നമുക്കിനകത്ത്. ഞാൻ വിശ്വസിക്കുക, IPC ആകട്ടെ, AG ആകട്ടെ, ഷാരോൻ ആകട്ടെ, ചേർച്ച് കൂടെ ആകട്ടെ, ന്യൂ ഇന്ത്യ ആകട്ടെ, സംഘടന പേരുകൾ എന്തുമാകട്ടെ, സംഭവങ്ങൾ എന്തുമാകട്ടെ, ലീഡേഴ്സ് ആരുമാകട്ടെ, പെന്തക്കോസ്ത് ജനത്തിനറിയാം. ഈ ബോർഡെല്ലാം കാണുമ്പോൾ സംഗതി അവർക്ക് മനസ്സിലാകും. അവർക്ക് ഇംഗ്ലീഷെല്ലാം വായിക്കാൻ പറ്റത്തില്ലെങ്കിലും അവർക്കറിയാം സംഭവം പെന്തക്കോസ്താണ്. പെന്തക്കോസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയാമെന്ന്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പെന്തക്കോസ് അല്പ ഒച്ചയാണ്, സ്വല്പ സ്തുതിപ്പാണ്, അറിഞ്ഞ് ഹല്ലേലൂയാണ്, തൊണ്ട കാറുന്ന ഏർപ്പാടാണ്, അത്ര കേൾക്കാൻ സുഖമില്ലാത്ത പാട്ടാണ്, ഉഗ്രൻ കയ്യടിയാണ് എന്ന് നാട്ടുകാരുടെ മധ്യത്തിൽ നാളുകളായിട്ട് ഒരു പറച്ചിലുണ്ടെങ്കിൽ മര്യാദ രാമന്മാരായി ഇരിക്കേണ്ട കാര്യം ആത്മീയനില്ല. പെന്തക്കോസ് നിശ്ചയമായും അനുഭവമാണ്, ശബ്ദമാണ്, തൊണ്ട തുറക്കലാണ്, നാവ് ചലിപ്പിക്കലാണ്, അധരത്തിന്റെ കരുത്താണ്, അഭിഷേകത്തിന്റെ നിറവാണ്, ആത്മാവിന്റെ ആരാധന. കരമടിച്ച് എല്ലാവരും കരമടിച്ച് രാത്രി ദൈവത്തെ ശക്തമായിട്ട് എല്ലാവരും ആരാധിക്കട്ടെ. എല്ലാവരും കരമടിച്ച് ശക്തമായി ദൈവത്തെ ആരാധിക്കട്ടെ. അഭിഷേകത്തോടെ ആത്മനിറവിൽ എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ ശക്തമായി രാത്രി. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ, അഭിഷേകമുള്ള എല്ലാവരും ആത്മാവിൽ ദൈവത്തെ മടിക്കാതെ ആരാധിക്കട്ടെ. വചനത്തിന്റെ വെളിപ്പാട് കെട്ടി അനുസരിക്കാൻ പുറപ്പെട്ട എല്ലാവരും ഇന്ന് രാത്രി, അഭിമാനമുള്ള എല്ലാവരും, സന്തോഷമുള്ള എല്ലാവരും ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ.
ആമേൻ. ആമേൻ. Praise the Lord. വചനം അനുസരിക്കാം. എന്താ ഈ സ്ഥലത്തിന്റെ പേരെന്നാ ജോയ് പാസ്റ്റർ? അല്ല, ഇവിടെ ഈ ലൊക്കാലിറ്റി പുതുക്കാട് കല്ലേക്കുളം, വൈഡർ സെൻസിലെ ഷവറ. ഫൈൻ. നല്ലവരായ അയൽക്കാരോട് ഞാൻ പറഞ്ഞു പോവുകയാ. സൗഹൃദങ്ങളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിയുടെ പിന്നാലെ വരാനല്ല, വചനം അനുസരിക്കാൻ വേണ്ടിയാണ്. വീട്ടിൽ വെച്ച തിരുവെടുത്ത് വിശുദ്ധ ബൈബിൾ ശൈഹികമായി ലഭിച്ചത് കർത്താവിന്റെ കൽപ്പനയുടെ ആകത്തുക. അത് നിങ്ങളുടെ വീടിനകത്തുണ്ടെങ്കിൽ കാർമ്മികന്മാര് വരുമ്പോൾ കർമ്മത്തിന് വേണ്ടി മറിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കിതാബ് ആവരുത്. ഇത് തലക്കീഴിൽ പിശാചിനെ തുരത്താൻ വേണ്ടി വെക്കുന്ന ഒരു മാന്ത്രിക ചെപ്പാവരുത്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വാ തുറന്ന് ചുണ്ട് പിളർന്ന് വായിക്കാൻ അവരുടെ കയ്യിൽ കൊടുക്കേണ്ട പുസ്തകമാണ്. അവൻ കുടുംബത്തിൽ വായിക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അന്ധകാരത്തെ അകറ്റേണ്ട ആത്മാവിന്റെ വാളാണിത്. ഈ തിരുവെഴുത്ത് ഉറക്കെ വായിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാൻ ആർക്ക് മനസ്സുണ്ട്? ദൈവാത്മാവ് സംസാരിക്കുക. വചനം ഇന്ന് രാത്രി അനുസരിക്കാൻ രംഗത്ത് വരട്ടെ. ഭാഷ ജോസ് കേബ്രാമോ, ഭാഷ സാമുവലോ, ഭാഷ ജോയിയോ, മറ്റ് അഭിഷിക്തന്മാരോ, ഇനി പാസ്റ്റർമാര് കൈനീള കുപ്പായക്കാർ വേണമെന്നില്ലല്ലോ. എനിക്കറിയാം എത്ര അമ്മ പങ്കന്മാർ ഈ നാട്ടിലുണ്ട്. ആവേശച്വലരായി ശക്തിയോട് അനുഭവത്തിന്റെ ത്രസിപ്പില് പല വീട്ടിൽ ചെന്ന് അവൻ വചനം പങ്കുവെക്കുന്നവര്, രോഗികൾക്കായി പ്രാർത്ഥിച്ചിട്ടുള്ളവര്, അവൻ സ്നാനത്തിന് ഉപദേശം പറഞ്ഞ് ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല, പക്ഷെ വചനം കേട്ടവരെ, അവൻ ഞങ്ങളുടെ അമ്മമാരുടെ പ്രാർത്ഥനയോട് സൗഖ്യം ലഭിച്ചവരെ, മക്കൾക്ക് വേണ്ടി പുതിയ വഴി തുറന്നു വന്ന് ഉറപ്പുള്ളവരെ, ബന്ധനം മാറിയെന്ന് അറിയാവുന്നവരെ, പ്രാർത്ഥന ഫലിക്കുമെന്ന അനുഭവത്തിന്റെ കരുത്തുള്ളവരെ, ഇന്ന് രാത്രി അങ്ങാടിയിലെ വന്ദനവും പള്ളിയിലെ മുഖ്യാസനവും നോക്കാതെ വചന വെളിപ്പാടിന് വേണ്ടി ഇറങ്ങി വരൂ. ദൈവസഭ കരമുറിച്ച് ജോലത്തോട് പറ, ഇറങ്ങി വരാ, വേർപെട്ട് ഇറങ്ങി വരൂ, വേർപെട്ട് ഇറങ്ങി വരൂ. വിശ്വാസ സ്ഥാനം സ്വീകരിക്കുക. ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്ന രാത്രി ധൈര്യമായിട്ട് ഇറങ്ങി വരൂ. അവരെ ദൈവം ഈ രാത്രി മാനിക്കാൻ പോകുകയാണ്. ഞാൻ ചേർത്ത് ദൈവദാസന്മാരോടും പറയാം, ചെറുപ്പക്കാരെ, സുവിശേഷ ലേഖനയൊക്കെ കൊടുക്കാനുള്ള മനസ്സിന്നും വേണം. ചിലക്കതെല്ലാം തീർന്നു, ഒന്ന് ഫാഷനല്ലെന്നാണ് പൊതുവെ ആൾക്കാരുടെ വിചാരം. ഞങ്ങൾ കൊടുത്ത് ഞാൻ ഇന്ത്യ എവറി ഗ്രൂസ് കേട്ടില്ല ജെയിംസ് പാസ്റ്റർ, അതിനകത്ത് കുറേ കാലം വർക്ക് ചെയ്തതാണ്. അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ് മുഴുവൻ. വീടുകളിൽ ലഘുലേഖ മാത്രം കൊടുക്കുന്ന ജോലി മാത്രം ചെയ്ത ആളാണ് ഞാൻ പറയുന്നത്. പ്രിന്റഡ് ലിറ്ററേച്ചർ, തിരുവെഴുത്ത് അച്ചടിച്ചത് കയ്യിൽ കിട്ടിയ ഒരു വീട്ടിൽ കിടന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതിനകത്ത് മന്ത്രശക്തി ഒന്നുമില്ല, പക്ഷെ വചനം വായിക്കുമ്പോൾ അകത്ത് കരുത്തുണ്ടാകും. അതനുസരിക്കാൻ തയ്യാറായി കുടുംബത്തിൽ വീട്ടിലുണ്ടാകും. അന്ധകാര കോട്ടകൾ തകരും, ദുഷ്ടന്റെ ബന്ധനങ്ങൾ പൊട്ടി മാറും. ഇരുളടഞ്ഞ ഇടങ്ങളിൽ ദൈവത്തിന്റെ വെളിച്ചം പ്രവേശിക്കും. നിന്റെ മക്കളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കും. രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടിക്കും. വചനമനുസരിക്കാൻ തയ്യാറായിരിക്കും. ബൈബിൾ കോളേജ് പാസ്റ്റർ ജോബിനൊക്കെ പഠിച്ച സ്ഥാപനത്തില് ജയേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ, എനിക്കൊന്ന് കുണ്ട്ര ഭാഗത്തും കണ്ടുള്ള ഒരാൾ, വാടക വീട്ടില് ജയേഷും, പുള്ളി ഇപ്പൊ എവിടെയാ വേലയെന്ന് പോലും എനിക്കറിയില്ല. അച്ഛനും അമ്മയും അക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഉള്ളവര് ഒരു കല്യാണത്തിന് വേണ്ടി തിരിച്ചു വന്നപ്പം അവരുടെ വാടക വീടിന്റെ വാതിലിന്റെ അടിയിൽ കൂടെ സുവിശേഷ ലേഖ വിതരണം ചെയ്യാൻ വന്ന ആരോ ഒരാള് ലേഖ അടിയിൽ കൂടെ ഇട്ടേച്ച് പോയി. വീട് തുറന്ന് അമ്മ അരിയിട്ട് കഞ്ഞി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ജയേഷ് സമയം കിട്ടിയപ്പം ഇതിങ്ങനെ മറിച്ചു നോക്കി വെറുതെ. അന്ന് യേശുവിനായി സമർപ്പിച്ചു. ജയേഷ് കുടുംബം രക്ഷപ്പെട്ടു. ജയേഷ് ബൈബിൾ കോളേജ് പഠിക്കാവുന്ന കർത്താവിന്റെ ശക്തനായ പോരാളിയായി മാറി. പാസ്റ്റർ ജെയിംസ് അറിയാവുന്ന രാജപ്പൻ എന്ന ഒരു ആള് മുല്ലൂരുണ്ട്. രാജപ്പൻ അറിയാം, അദ്ദേഹം സഭകൾ സ്വീകരിച്ച ആളല്ല, എല്ലാവരും ഉയർത്തിയ ആളൊന്നുമല്ല, എരിഞ്ഞടങ്ങി അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക്. പക്ഷെ ലജ്ജയില്ലാതെ സുവിശേഷം പറയുന്നയാള്, പ്രാർത്ഥിഷ്ടം പോലെ കൊടുക്കുന്നയാള്, അഭ്രാന്തനെ പോലെ സുവിശേഷം എല്ലായിടത്തും പറയുന്നയാള്, തല്ലിഷ്ടം പോലെ കൊണ്ടയാള്. വചനത്തിനായി നിന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ രാത്രി വചനം അഭിമാനകരമാണ്, വചനം അനുഭവവേദ്യമാണ്, വചനം അനുരഞ്ജനമില്ലാത്തതാണ്. ഈ വചനം അനുസരിക്കാൻ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ ദൈവാത്മാവ് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, ആത്മാവിന്റെ ഇൻവിറ്റേഷൻ ഇന്ന് രാത്രി മറ്റെന്തിലേക്ക് എന്ന ചോദ്യത്തിന് മറുപടി 8-9 വാക്യങ്ങളാണ്. വായിക്കാം. ഇത് കേൾക്കുകയും കാണുകയും ചെയ്തത് യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം
അതെനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അതരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്യനത്രേ, ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി കനത്ത മറ്റൊരു ഉത്തരവ് തിരുവെഴുത്തിന്റെ അവസാന അധ്യായത്തിൽ ശക്തമായി ഇംപെറേറ്റീവ് എന്ന് വേദശാസ്ത്രി വിളിക്കുന്ന ഒരു യൂസേജ് ആണ് ദൈവത്തെ നമസ്കരിക്കുക. കരമുട്ടി എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തെ നമസ്കരിക്കുക. അതിന്റെ കണക്റ്റഡായ ഒരു വാക്യാണ് മത്തായി 4:10 ഈശോ മിശിഹാ പറയുന്നത്. അറിയാം നിങ്ങൾക്ക് അവന്റെ മനപ്പാടും. പിശാച് അവനോട് നടത്തിയ അഭ്യർത്ഥനയുടെ ഭാഗമായിട്ട് എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ മാത്രം ഇതെല്ലാം നിനക്ക് തരാം എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞ മറുപടി ഒരു വെളിപ്പാടാണ്. അവൻ വചനം നിനക്കറിയില്ല പിശാചേ. എന്നിട്ട് അവസാനം പറഞ്ഞു ദൈവത്തെ മാത്രം നമസ്കരിക്കാം. ചവറ പരിസരത്ത് ഇന്ന് രാത്രി പറയാൻ എനിക്ക് നിയോഗമുണ്ട്, മറക്കാതെ പറയാൻ നിയോഗമുണ്ട്. ദൈവത്തെ മാത്രം നമസ്കരിക്കുക. സമ്പടി കാര്യം കൊണ്ട് ദൈവത്തെ സ്തുതിച്ചാണ് ഇന്ന് രാത്രി. ദൈവത്തെ മാത്രം നമസ്കരിക്കുക, ദൈവത്തെ മാത്രം നമസ്കരിക്കുക. അർത്ഥമെന്താ? പരേതരാകട്ടെ, ജീവിക്കുന്നവരാകട്ടെ, ജില്ലകളാകട്ടെ, മലക്കുകളാകട്ടെ, മുന്നാളിച്ചന്മാരാകട്ടെ, പുണ്യവതികളാകട്ടെ, മധ്യസ്ഥന്മാരാകട്ടെ, ആചാര്യന്മാരാകട്ടെ, പട്ടക്കാരാകട്ടെ, മേൽപ്പട്ടക്കാരാകട്ടെ, പല വിലാസം കൊടുത്ത് പ്രിഫിക്സ് സഫിക്സും വെച്ച് വാഴ്ത്തി വണങ്ങി ഉദാത്തവരെ കഴിച്ച് വയ്ക്കുന്ന സമസ്ത ആൾക്കാരെ ചേർത്ത് തിരുവെഴുത്ത് പറയുന്നു അവരാരുമല്ല ആരാധനയ്ക്ക് യോഗ്യൻ. ഇന്ന് രാത്രി ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അങ്ങേ മാത്രം ആരാധിക്കട്ടെ, അങ്ങേ മാത്രം ആരാധിക്കട്ടെ. കരമൂർത്തി എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ, ദൈവത്തെ നമസ്കരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയവരുടെ ആരാധനയിലാ ഈ പറഞ്ഞ സ്വല്പ ശബ്ദവും ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാത്തവർക്ക് എന്നെ അനുഭവമൊന്നും ഇല്ലല്ലോ. ആരാണ്ട് ഓതി തന്ന പരിചയപ്പെടുത്തിയ കക്ഷികളെ വണങ്ങി വരുന്നത് കൊണ്ട്, തലമുറകളായി കൈമാറി വന്ന ആരാധന നടപടികൾക്ക് വിധേയപ്പെട്ടു പോകുന്നതുകൊണ്ട് അനുഭവത്തിന്റെ ആഴമില്ലാതെ ചർവത ചർവണമായി, അധര ജൽപ്പനമായി, ആവർത്തന വൈരസ്യമായി എന്തെങ്കിലും കർമ്മം ചെയ്ത് ഒപ്പിച്ച് തീർത്തു മടങ്ങുമെന്ന് സുഹൃത്തിൽ കഴിയുന്നവർക്ക് വിഷയമില്ല. കാരണം അവർക്ക് യേശുവുമായി വ്യക്തിപരമായി ബന്ധമില്ല. പക്ഷെ ക്രിസ്തുവിനെ കണ്ടവൻ, ക്രിസ്തു തൊട്ടവൻ അനുഭവത്തിന്റെ കാര്യത്തിൽ ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മാത്രം ആരാധിക്കും. ക്രിസ്തുവിന്റെ ആരാധന നൂറ്റാണ്ടുകളായി ക്രൈസ്തവതയിൽ ഭൂരിപക്ഷ സംഘം പലർക്കു വേണ്ടി വെച്ച് വീതിച്ചിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് എന്റെ ഹൃദയത്തിൽ എന്റെ പഴയ സംഘം മുതൽ അത് കണ്ട് സംഘം ഇന്നിപ്പോ പുല്ലൂരും കേരളത്തിൽ പലയിടത്തും ഒരു പ്രധാന തിരുനാൾ നടക്കുകയാണ്. അറിയാമല്ലോ, ഒരു പ്രധാന തിരുനാളാണ് നടക്കുന്നത്. ഓക്കെ, പലർക്കായി ആരാധന ഡിവൈഡ് ചെയ്തു പോയിരിക്കുന്നു. എന്റെ കർത്താവിന് കൊടുക്കേണ്ട ആരാധന പിടിച്ചു പറ്റാൻ, പങ്കിടാൻ, തട്ടിപ്പറിക്കാൻ ഒരുപാട് രംഗത്ത് വന്നിട്ടുണ്ട്. കേൾവിക്കാരാ, വേദപുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുന്നവരെ, വായിച്ചവരെ, വായിക്കണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിലെങ്കിലും എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറക്കെ വിളിച്ചു പറയുന്നു, വചനത്തിന്റെ അടിസ്ഥാന വെളിപ്പാട് മറ്റാരെയും ആരാധിക്കാൻ പാടില്ല. ആരാധനയ്ക്കും ബഹുമാനത്തിനും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അങ്ങാണ് ഇന്ന് രാത്രി ആരാധിക്കപ്പെടുന്നത്. അങ്ങേ മാത്രം ആരാധിക്കാം. ആമേൻ. യോഹന്നാൻ ഈശോ നൽകുന്ന ആരാധനയുടെ 5 വെളിപ്പാടുകളുണ്ട്. അത് പറയാൻ ഞാൻ സമയമെടുക്കില്ല, എങ്കിലും ആ പാസേജ് ഒന്ന് സൂചിപ്പിക്കുക. ശബരിക്കാര സ്ത്രീയോട് കർത്താവ് സാന്ദർഭികമായിട്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ പദ്ധതിയിൽ വിലക്കപ്പെട്ട മണ്ണിൽ തൃക്കാൽ പെരുമാറ്റമുണ്ടായി. സുവിശേഷം കേൾക്കുവാൻ അവകാശാധികാരങ്ങൾ ജാതീയമായി വംശീയമായി നിഷേധിക്കപ്പെട്ട കൂട്ടർക്ക് തിരുവെഴുത്ത് പങ്കുവെക്കാനും ആൽബർട്ട് സമ്മാനിക്കാനും വേണ്ടി തന്റെ ദൗത്യത്തിന്റെ ഭാഗമായി ശബരിയിലേക്ക് മറ്റൊരു യഹൂദ പരീക്ഷയെ പോകാത്ത തൃക്കാൽ വെച്ച് കടന്നുപോയ ക്രിസ്തു പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആ കോൺവെർസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 വെളിപ്പാടുകൾ ആരാധനയുടെ ബൈബിളിലെ മുഖ്യ വെളിപ്പാടുകളാണ്. അത് മറ്റൊരു പ്രഭാഷണമാവേണ്ടതാണ്. 1, ആരാധ്യൻ ആരാണ്. 2, ആരാധന എവിടെയാണ്. 3, ആരാധകൻ ആരാണ്. 4, ആരാധന ബന്ധം എന്താണ്. 5, ആരാധന വിധം എന്താണ്. ഈ 5 കാര്യങ്ങളും വ്യക്തമായി യോഹന്നാൻ 4:20 മുതൽ 24 വരെ അക്കമിട്ട് പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന്റെ വാമൊഴിയായിട്ട്. അത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ്. എല്ലാവർക്കും
ഈ രാത്രി അത് പൂർണ്ണമായി വ്യാഖ്യാനിക്കുകയല്ല എങ്കിലും 22-ാം വാക്യം മാത്രമേ ഉദ്ധരിക്കുന്നു. ശബരിക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന ആ വെളിപ്പാടുകൾ 22-ാമത്തെ വാക്യം വളരെ പ്രധാനമാണ്. അതിങ്ങനെയാണ്: നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നത്. അതെല്ലാവർക്കും മനപ്പാടും ആവുന്നു എൻ്റെ വിഷയം. യോഹന്നാൻ 4:22, 4:24 കുറച്ചുകൂടെ അറിയാം അല്ലേ? ആത്മാവുള്ള യേശു അവളോട് പറഞ്ഞത്: സ്ത്രീ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലും അല്ല, യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു. 22 നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. ആത്മീയന്റെ ആരാധനയുടെ കരുത്ത്, സൗഷ്ഠവം, വ്യതിരക്തത, ഇത് അടിസ്ഥാനപരമായിട്ട് സ്ഥലവും കാലവും ഒന്നും അല്ല. അതുകൊണ്ടാണ് സ്ത്രീ ചോദിച്ചു, ആ മലയാണോ കൊള്ളാവുന്നത്, ഈ മലയാണോ? യേശുവിന്റെ മറുപടി, മലയെക്കുറിച്ചല്ല. മല അങ്ങ് വിട്, ഇടം പ്രധാനമല്ല. മന്ദിരം, മണ്ഡലം, സംവിധാനം, ആചാരം, ഇതൊന്നും വിഷയമല്ല. ആരാധനയുടെ അനുഗ്രഹം, ആരാധന കരുത്തെന്താണ്? നിങ്ങൾ അറിയാത്തവരെ നമസ്കരിക്കുന്നു, ഞങ്ങൾ അറിയുന്നവരെ ആരാധിക്കുന്നു. കരമൂർത്തി എല്ലാവരും ഈ രാത്രി സമർപ്പിച്ചാട്ട് നമ്മുടെ ആരാധന അറിയുന്നവരെയാണ്. അറിയുന്നവരെയാണ് നമ്മൾ ശക്തമായി ആരാധിച്ചു പോകുന്നത്. സഹോദരങ്ങളെ, ദേവദാസന്മാർ, പാസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ കുറച്ചു കൊല്ലമേ പാസ്റ്ററായിരുന്നിട്ടുള്ളൂ. പിന്നെ മറ്റേ മിനിസ്ട്രിയിലേക്ക് മാറേണ്ടി വന്നു നിർബന്ധന. എങ്കിൽ ഞങ്ങൾ കുടുംബമായിട്ട്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്, പല സഭകളിൽ ഇരുന്നിട്ടുണ്ട്. ചില സഭകളിൽ നിങ്ങൾക്കറിയാം, ആരാധന സംബന്ധിച്ച് ആളുകൾ പുതിയ സഭയാണെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാവർക്കും അറിയാം. സാക്ഷ്യവും പ്രാർത്ഥനയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, പാട്ടിന് താളം ഉണ്ടാവില്ല. എല്ലാം നമ്മൾ പഠിപ്പിച്ചും ചെയ്ത് കാണിച്ചും ഒക്കെ മുന്നോട്ട് വരേണ്ട സാഹചര്യങ്ങളുണ്ട്. ഞാൻ പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ആരാധനയിൽ നല്ല ഉഷാറുള്ള ആൾക്കാരെ കണ്ടത് പഴയ ബന്ധക്കോസുകാരല്ലേ അല്ല, ക്ഷമിക്കണം നിങ്ങളെല്ലാവരും. ഇങ്ങനെ ഒരുപാട് ആരാധിച്ചവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവർക്ക് ക്രമവും പരും മ്യൂസിക് ടീമും സുഹൃത്തുക്കളും മൂന്നാം പാട്ടിന്റെ അവസാന സ്റ്റാൻസ പിന്നെ 4 പ്രാവശ്യം ആവർത്തിക്കുകയും ലാസ്റ്റ് ലൈൻ പിന്നെയും പറയുകയൊക്കെ ചെയ്താൽ ആരാധിക്കാൻ തീരുമാനിച്ചു വരും. അവര് സമയമെടുക്കും, നല്ല സമയമെടുക്കും. നിങ്ങൾ ഈ ഇടയ്ക്കൊരു ഹല്ലേലിയൊക്കെ അമിട്ട് പൊട്ടും പോലെ കേട്ടിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, ഈയിടെ എങ്ങാണ്ട് വിശ്വാസത്തിൽ വന്ന കക്ഷിയാണ്. അടുത്തിടയ്ക്ക് വന്നതാണ്, നല്ല അനുഭവത്തോടെ വന്നതാണ്. ഒന്നുകിൽ ഭർത്താവിന്റെ മദ്യപാനം ദൈവം മാറ്റിയിട്ടുണ്ട്, അല്ലെ ഒരു കൊച്ചു കൂര ദൈവം കൊടുത്തതാണ്, അല്ലെ മാറാ രോഗം ദൈവം തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്, അല്ലെ മക്കളെ കർത്താവ് മടക്കി വരുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കണ്ടവര ദൈവത്തെ ഉറക്കെ ആരാധിക്കും. കാരണം സാമ്പണി ഉറക്കെ ദൈവത്തെ ആരാധിക്കുന്ന രാത്രി ശക്തമായ ദൈവത്തെ ആരാധിച്ചാത് അനുഭവത്തിന്റെ കരുത്താൽ നിങ്ങൾക്ക് ആരാധിക്കാൻ സഹായിക്കുന്നത്. അനുഭവമില്ലാതെ പരമ്പരാഗത ബന്ധക്കോത്ത് തലമുറ കൈമാറി വന്നവർ ഞാനിപ്പോഴും സംവിധാനവും സന്നാഹവുമില്ലാതെ അനങ്ങാൻ മേലാതിരിക്കുമ്പോ അനുഭവങ്ങളുള്ളവര് അറിഞ്ഞവർ ദൈവത്തെ ആരാധിക്കും. യേശുവിനെ അറിഞ്ഞവർ ദൈവത്തെ ആരാധിക്കും. കർത്താവ് തൊട്ടവർ ദൈവത്തെ ആരാധിക്കും. യേശു വന്ന ഭവനങ്ങൾ ദൈവത്തെ ആരാധിക്കും. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട ദൈവത്തെ കരമടിച്ച് എവരിബഡി കരങ്ങളെ തട്ടി ഇന്ന് രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിക്കും. അനുഭവത്തിന് സന്തോഷമുള്ള എല്ലാവരും രാത്രി ദൈവത്തെ മടിക്കാതെ ആരാധിക്കും. ശക്തമായി ദൈവത്തെ ആരാധിക്കുക. അനുഭവമുള്ളവർ സമൃദ്ധിയിൽ ദൈവത്തെ ആരാധിക്കട്ടെ. യേശു അത്ഭുതം ചെയ്തത് കണ്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ. അവർ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. അത്രക്കാരെ ഒത്തിരി പേര്. എൻ്റെ ഭാര്യയുടെ വല്യപ്പച്ച മരിച്ചപ്പോൾ ദാനിച്ചാൽ മുതൽ അമറൻ ഹല്ലേലിയ പറയുന്ന എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം അനുഭവത്തിൻ്റെ ഒരു പിന്നാമ്പുറമുണ്ട്. അവരാരാണ്ടെ മ്യൂസിക് കേട്ട് ആരാധിക്കാൻ വന്നവരല്ല. അവർ വല്ലവരെ കൈയടിക്ക് താളം പിടിക്കാൻ വന്നവരല്ല. അവിടെ ചുമ്മാ ഇരുന്നു മടങ്ങാൻ വന്നവരല്ല. സുഖേനെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ വന്നവരല്ല. അവർ ദൈവത്തിന്, അവർ നാമത്തിന് തക്ക മഹത്വം കൊടുത്ത് ദൈവത്തെ ആരാധിക്കാൻ വന്നവരാണ്. അവർക്ക് ആരാധിക്കാൻ പറ്റൂ. പ്രിയരെ, ഈ രാത്രി അനുഭവിക്കുന്നവരെ ആരെയും നോക്കണ്ട. സ്റ്റേജിലിരിക്കുന്ന ആൾക്കാരെ നോക്കണ്ട, പാസ്റ്റർമാരെ നോക്കണ്ട. കർത്താവ് അനുഭവങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിലെ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെയും നോക്കാതെ മുഴുവൻ ബലത്തോടെ, മുഴുവൻ കരുത്തോടെ, മുഴുവൻ നിറവോടെ, ശക്തി കൊടുത്ത്, ശബ്ദം കൊടുത്ത്, ഉയിര് കൊടുത്ത്, ഉണ്മ കൊടുത്ത്, കരുത്ത് കൊടുത്ത് ഈ രാത്രി എല്ലാവരും ദൈവത്തെ ആരാധിച്ചു. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ദൈവം കൽപ്പിക്കും. ആരാധന ദൈവസഭ ഉയർത്തട്ടെ.
Praise the Lord. Praise the Lord. Praise the Lord. പ്രിയരെ, പെന്തക്കോസ്ത് ജനിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ആരാധിക്കാൻ ആരംഭിച്ചത്. ജനിച്ചുകൊണ്ട് ചില പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കുറെ അനാസ്ഥ, ഉഴപ്പും ഡ്യൂപ്ലിക്കേഷനും അഭിനയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. കർത്താവ് എന്നെ തൊട്ട ശേഷമാ ഞാൻ ഒരുവരെ നോക്കാതെ ആരാധിക്കാൻ ആരംഭിച്ചത്. ഞാൻ കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോൾ ആരാധന ഉഷാറാക്കിയത് തന്നെ. ഇന്ന് രാത്രി കോംപ്രമൈസ് ഇല്ലാതെ ഇന്ന് ദൈവം തന്ന തൊണ്ടയിൽ ഇന്ന് എനിക്കുള്ള കരുത്ത് ഞാൻ വിളിച്ചു പറയുന്നു. മുഴുവനത്തോടെ ദൈവത്തെ ആരാധിക്കണം. മുഴുവൻ ശക്തി കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. കൈ അടിക്കുകയാണോ തകർത്ത് കൈയടിച്ച് ദൈവത്തെ ആരാധിക്കണം. വാ തുറക്കുകയാണോ ശബ്ദ ഉച്ച സ്ഥായി കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ആദരം പുലർത്തുകയാണോ നന്നായി കൊടുത്ത് ദൈവത്തെ ആരാധിക്കണം. ശരീരം ചലിപ്പിക്കുകയാണോ നന്നായി ശരീരം ചലിപ്പിച്ച് ദൈവത്തെ ആരാധിക്കണം. യഹോവയെ കർത്താവിനെ അറിയാവുന്നവർ, അനുഭവത്തിന് സമൃദ്ധിയുള്ളവർ ദൈവത്തെ ആരാധിക്കേണ്ടത് ആർക്കാനും വേണ്ടിയല്ല, ആരാധനയ്ക്ക് പരമയോഗ്യന്റെ വെളിപ്പാട് ഇന്ന് രാത്രി ഉള്ളവർക്കേ അവനെ ആരാധിക്കാൻ പറ്റൂ. ഗലാത്യർ 4:9 വായിക്കണമെന്നില്ല. എങ്ങനെയാ ഈ അറിവ് എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനം ഗലാത്യർ 4:9 ഇപ്പോഴോ ദൈവം നിങ്ങൾ ദൈവത്തെ അറിഞ്ഞു, ദൈവം നിങ്ങളെ അറിഞ്ഞു. ആരാധിക്കാൻ അടിസ്ഥാനം 1 ദൈവം നിങ്ങളെ അറിയണം, 2 നിങ്ങൾ ദൈവത്തെ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ആരാണ്ട് പറഞ്ഞു പള്ളി കർമ്മങ്ങൾ ചെയ്യാം, മനപ്പാടമാണ് പ്രാർത്ഥന, അതനുസരിച്ച് ചെയ്യാം എന്നും പറഞ്ഞ് 3-4 ആമേൻ പറഞ്ഞ് സുഖമുണ്ടല്ലോ, ഷർട്ട് ചുളുങ്ങുകയല്ലോ, വേർക്കേണ്ട കാര്യമില്ലല്ലോ എന്നും പറഞ്ഞു വരുന്ന ഉഴപ്പന്മാർക്കല്ല ആരാധന സാധ്യതയുള്ളത്. ആരാധിക്കാൻ വരുന്നവന് എല്ലാം മറന്ന്, എല്ലാവരെയും മറന്ന് സ്വർഗം മാത്രം കണ്ട് കണ്ണിലേശു മാത്രം നിറഞ്ഞ് നിൽക്കുന്നവൻ ആ ദൈവത്തെ ആരാധിക്കുക. അവൻ വേറെ ആർക്കും വേണ്ടി കാത്തിരിക്കത്തില്ല. അവനെല്ലാം മറന്ന് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കും. അവൻ കർത്താവ് നിങ്ങളെ അറിയുന്നു. ഞാൻ ആ വാക്യങ്ങൾ വായിക്കാൻ നേരെ വിളിക്കുന്നില്ല. ഇന്ന് രാത്രി ഞാൻ മിക്കവാറും അവസാനിപ്പിക്കും. വൈകാൽ പാട്ട് പാടേണ്ടി വരും മക്കളെ, കേട്ടോ. ആമേൻ. 6 പ്രധാന വെളിപ്പാടുകൾ നിങ്ങൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ സമയം പോലെ. അവൻ കർത്താവ് നമ്മെ അറിയുന്ന 6 വിധങ്ങൾ. 1, അവൻ നമ്മുടെ കഷ്ടത അറിയുന്നു, നമ്മുടെ ദാരിദ്ര്യം അറിയുന്നു, നമ്മുടെ ദൂഷണം അറിയുന്നു, നമ്മുടെ പ്രവൃത്തി അറിയുന്നു, നമ്മുടെ പാർപ്പിടം അറിയുന്നു, നമ്മുടെ മൊബിലിറ്റി ചലനാത്മകത അറിയുന്നു, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ലോകത്തിൽ മറ്റുള്ളവരെക്കാളും അറിയുന്നവനെയാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ആരാധനയിൽ അന്യാഗ്നി കത്താൻ പാടില്ല. ജാടകൾ കർത്താവിന് വേണ്ട. അഭിനയങ്ങൾ കർത്താവ് സഹിക്കില്ല. അനുഭവങ്ങൾ ഉള്ളവര് അങ്ങയിൽ സമർപ്പിച്ച് വിശുദ്ധിയിൽ, വെളിപ്പാട് ഉണ്മയിൽ, കാൽവരിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു പാപക്ഷമ ഉറപ്പാക്കിയെന്ന ഓർമ്മയിൽ ആരാധിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റൂ. ഞാൻ പിന്നെ ഉറക്കെ പറയുന്നു, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ തിരുബലി എന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയായിരുന്നുവെന്നും എന്റെ 1000 പാപങ്ങളെ ക്രിസ്തു ക്ഷമിച്ചു എന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കാൻ വിശുദ്ധനായി കർത്താവ് എന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് നന്ദിയുടെ ഓർമ്മയും പാപക്ഷമയുടെ ആഹ്ലാദവും അകത്തു തുടിക്കുന്നവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുക. പാസ്റ്ററുടെ പരേതനായ പിതാവ് പാസ്റ്റർ ജോർജ് ഉമ്മൻ എനിക്ക് ഒത്തിരി അടുത്തറിയാവുന്ന ആളല്ല. പെരുമ്പാവൂര് ഞാൻ പ്രവർത്തിക്കുമ്പോൾ അവിടെ IPC സെൻട്രൽ കൺവെൻഷൻ വന്ന് പ്രസംഗിച്ച പ്രസംഗത്തിലെ ഒരു ഭാഗം ഒത്തിരി കൊല്ലം മുമ്പായിരിക്കും, അത് 10-35 കൊല്ലമായി. ഞാൻ ഓർക്കുന്നു, അദ്ദേഹം രക്ഷയുടെ സന്തോഷം എന്ന കാര്യം, രക്ഷയുടെ സന്തോഷം അദ്ദേഹം പറഞ്ഞു, രക്ഷയുടെ സന്തോഷമുള്ളവനാ ദൈവത്തെ ആരാധിക്കുന്നത്. 100% ശരിയാ. ആരാധിക്കുന്നവന് പാപക്ഷമയുടെ ഓർമ്മ വേണം, രക്ഷയുടെ സന്തോഷമകത്തുണ്ടാകും. കരമുർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി പാപക്ഷമ ലഭിച്ചവർ ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടവർ ദൈവത്തെ ആരാധിക്കട്ടെ. ലോകത്തിൽ പലർക്കായി ആരാധന വീതിച്ച് വിഭജിച്ച് ഗിരിശൃംഗത്തിലും താഴ്വാരത്തിലും പുഴയോരത്തും മലയോരത്തും ഗഹുരത്തിലും ഗുഹാമുഖത്തിലും ഒക്കെ ആരാധന തെരഞ്ഞ് കറങ്ങി നടന്നൊടുവിൽ യേശുവിന്റെ പാതാരബന്ധങ്ങളിൽ ഒരു വെളിപ്പാട് കൊണ്ട് വന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ.
തെറ്റിപ്പോയ ആരാധന സംവിധാനങ്ങളിൽ നിന്ന് കർത്താവിനെ ഉദ്ധരിച്ചുവെന്നും ഇനിമേൽ ജീവിതം കർത്താവിനായി സമ്പൂർണ്ണമായി സമർപ്പിതമാണ്, മറ്റാർക്കാനും വേണ്ടി എൻ്റെ ആരോഗ്യങ്ങളെ കൊടുക്കാൻ എനിക്ക് തരുമ്പം മനസ്സില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. എനിക്കായി ക്രൂശിൽ രക്തം ചുറ്റി മരിച്ച ഒരുവനാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, രക്തം കൊണ്ട് ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും പെട്ടവരെ വിലയ്ക്ക് വാങ്ങിയ, അതുകൊണ്ട് അങ്ങ് ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് ഉറപ്പുള്ളവരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. പാപക്ഷമയുടെ വെളിപ്പാട് കിട്ടിയവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധകനെ അറിയണം, അപ്പോൾ ആരാധന ശരിയാകും. വാക്യങ്ങൾ, വെളിപ്പാടുകൾ 6 ന്യൂ ടെസ്റ്റ്മെന്റിലുണ്ട്. അതിലേക്കെല്ലാം നാം പോകുന്നില്ല ഇന്ന് രാത്രി. എങ്കിലും ഞാൻ 2 or 3 പറയാം. ഈ നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കൾ കേൾക്കാൻ വേണ്ടി പറയാം. ക്രിസ്തുവിനെ അറിയേണ്ടത് പ്ലാസ്റ്റർ ഓഫ് പാരീസിലും പ്ലാസ്റ്റിക്കിലും ടെറാക്കോട്ടയിലും പൊന്നിലും വെള്ളിയിലും മണ്ണരാജിയിലും മൈക്കൽ ആഞ്ചലയുടെ, റാഫേലിൻ്റെ, ഷെയ്ഖ് ഡാവിഞ്ചിയുടെ എഴുത്തിലും കുറിമാനത്തിലും വരയ്ക്കും ചായം കൂട്ടലിലും ശില്പചാതുര്യത്തിലും ഒക്കെ അമരുന്ന ഈശോയെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. ചിത്രകാരന്മാരും നിർമ്മത ബുദ്ധിയുടെ ഉപയോഗമുള്ളവരും വരച്ച് കുറിച്ച് കുട്ടപ്പനാക്കി വട്ടത്തിൽ സ്വർണ്ണകിരീടവും വെപ്പിച്ച് തേജസ്സും നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഇവിടെ സ്പർശമായ ദൃശ്യമായ സംവിധാനങ്ങളല്ല ആരാധ്യന്മാര്. ക്രിസ്തു നിങ്ങളുടെ പാപത്തിന് വഴി ക്ഷമിച്ചു, മരിച്ചുവെന്നും പാപക്കറകൾ കർത്താവ് കഴുകി മാറ്റുന്നു. എൻ്റെ കൊച്ചാരാധനാലയത്തിൽ, എൻ്റെ വീട്ടിലെ കൊച്ചുമുറിയിൽ ഞാനും ഭാര്യയും മക്കളും ഒന്നിച്ച് മുട്ടുമടക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ സജീവ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നും അങ്ങയെ തൊട്ട് ഞാൻ അങ്ങയെ ആരാധിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടെന്നും അകത്തും പുറത്തും അനുഭവത്തിന്റെ കരുത്തുള്ളവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ ആരാധനയില ദൈവപ്രസാദം ഉണ്ടാകുന്നത്. ക്രിസ്തു ആര് എന്ന ചോദ്യത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റിലെ 6 മറുപടികൾ. നമ്പർ 1, എഫേസ്യർ 2:14, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം, അവൻ നമ്മുടെ സമാധാനം. 1 യോഹന്നാൻ 2:2 യേശു ആര്? മറുപടി, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. 3, യേശു ആര്? 1 യോഹന്നാൻ 5:20, അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു. ഈ അടിസ്ഥാന വെളിപ്പാട് കിട്ടിയവർക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നത്. ആമേൻ. അവരാ ദൈവത്തെ ആരാധിക്കേണ്ടത്. സമാധാനമില്ലാത്ത പ്രിയപ്പെട്ടവരെ, മദ്യപാനം കുടുംബം വല്ലാതാക്കിയവരെ, കുട്ടിച്ചോറാക്കിയവരെ, മക്കളെ പിടിച്ചാൽ കിട്ടാത്ത കോലത്തിലും പരുവത്തിലുമായി പോയവരെ, ഉണ്ടാക്കുന്ന കാശ് വീട്ടിലെത്തിക്കാൻ കഴിയാത്തവരെ, 800, 1000, 1500 രൂപ കഷ്ടപ്പെട്ട് വിയർപ്പ് നീരാക്കി, ആമേൻ, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് രക്തം, ആമേൻ, നിങ്ങളുടെ ചോര നീരാക്കി ഉണ്ടാക്കിയിട്ട് മിടുക്കനായ പണിക്കാരനായ നിങ്ങൾ മുതലാളി മുന്നിൽ നിന്നിട്ട് എക്സ്ട്രാ പൈസയും വാങ്ങി മടങ്ങുന്നുവെങ്കിലും വീട്ടിൽ കാത്തിരിക്കുന്ന അമ്മബന്ധന്മാർക്ക്, ഭാര്യയ്ക്ക്, മക്കൾക്ക് അന്നപാനം കൊടുക്കാൻ കഴിയാതെ പലയിടത്തേക്ക് പലതായി ചീറ്റിപ്പോകുന്ന സംവിധാനത്തിനകത്ത് എല്ലാം നഷ്ടപ്പെട്ട് പാപത്തെ പാപവും അറിഞ്ഞിട്ട് പരിഹരിക്കാൻ കഴിയാതെ സ്വഭാവത്തെ മാറ്റാൻ കഴിയുന്ന രാത്രി സങ്കടത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മദ്യപാന ആസക്തി കുടുംബം തകർക്കുന്നുവെന്ന് അറിയാവുന്നവരെ, സമാധാനമില്ലാതെ ക്ലേശിക്കുന്നവരെ, മർദ്ദനമുറകൾ നിരന്തരം കണ്ടും കേട്ടും മടുത്തുപോയ കുടുംബിനികളെ, ഇമാതിരി അച്ഛൻ അപ്പൻ എന്തിന് എന്നുപോലെ ചിന്തിച്ചു പോയ മക്കളെ, ഈ രാത്രി അനുഭവത്തിൽ ഞങ്ങൾ ആത്മാവിൽ വിളിച്ചു പറയുന്നു. ഞങ്ങളുടെ വീടിന് വലിപ്പം കുറവാണ്, മുറികൾ കമ്മയാണ്, കാശ് കുറവാണ്, ശാപ്പാട് ഉഗ്രല്ല. പക്ഷെ തിരുവഴുത്ത് പോലെ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം ഉയർത്താൻ ഈ രാത്രി അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. അവർ കരമുട്ട് ദൈവത്തെ സ്തുതിക്കട്ടെ. ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ആരാധനയുടെ പരമഘോഷം ഉയർത്തുന്ന കുടുംബങ്ങളുള്ള എല്ലാവരും ദൈവത്തെ ആരാധിക്കട്ടെ. അതാണ് ആരാധന. യേശുവിനെ അറിഞ്ഞവൻ ആരാധിക്കുന്നത്, യേശു ഇടപെട്ടവൻ ആരാധിക്കുന്നത്, പാപക്ഷമ ലഭിച്ചവനാ ദൈവത്തെ ആരാധിക്കുന്നത്. അവർക്കാണ് ഞാൻ ദൈവത്തെ രാത്രി സ്തുതിക്കുന്നു. ദൈവസഭയോട് ഞാൻ ഒരു ദൂത് പറയുക. കോർപ്പറേറ്റ് വർഷിപ്പ് എന്ന് പറയുന്ന ആലയത്തിലെ ഞായറാഴ്ച ആരാധന അത് ആവശ്യമാണ്. തിരുവഴുത്തിൽ അതിന് ഖണ്ഡിതമായ കൽപ്പനയുണ്ട്.
പക്ഷെ ആരാധന ഞായറാഴ്ചത്തേക്ക് വേണ്ടി മാത്രം ആരും മാറ്റിവെക്കരുതേ. നോ നോ, നമ്മുടെ കൊച്ചു വീട്ടിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റും. വീടിന്റെ വലിപ്പം ദൈവത്തിന് വിഷയമല്ല. ദൈവം കുഞ്ഞുങ്ങളെ വിളിച്ചിരുത്തി അറിയാവുന്ന പാട്ട് ഉള്ളതുകൊണ്ട് കൊണ്ട് പാടി കണ്ണീരോട് വിഷയങ്ങൾ ദൈവം വെച്ച് ആമേൻ പരസ്പരം പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ വരാതെ, പുരോഹിതൻ വരാതെ, വെള്ളം തളിക്കാതെ, അവന് ബന്ധനമുക്തി ഉണ്ടാകാതെ, കൂടോത്രം കളഞ്ഞ് ശാസന വേണ്ട, ആരാധിക്കാൻ കുടുംബത്തിനകത്ത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ശബ്ദകോലാഹലം വേണമെന്നില്ല, ഉള്ളം തകർത്ത് കണ്ണ് നിറച്ച് ആരാധിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കും. പിന്നെ കുടുംബത്തിലെ ബന്ധനങ്ങൾ തകരുമെന്ന് ആസക്തികൾ മാറി, ശത്രുവിന്റെ അവകാശവാദങ്ങൾ, ദുഷ്ടൻ കെട്ടിയ കെട്ടുകൾ, അന്ധകാര കയറുകൾ ആത്മാവിൽ കരിച്ചു മാറ്റി ദൈവത്തെ അഭിഷേകത്തിൽ ആരാധിക്കുക. ഈ രാത്രി പെന്തക്കോസ്തിലെ കർത്താവ് തിരികെ വിളിക്കുന്നു. ദാഹിക്കുന്ന എല്ലാവരും വരട്ടെ, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ദൈവസഭ രാത്രി ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് ശക്തമായി സംസാരിക്കുക. എഴുന്നേൽക്കാം എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും എഴുന്നേറ്റ്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടുമാണ്. എല്ലാവരും ചേർന്ന് കരകളടിച്ച് ആത്മാവിൽ ശക്തമായ ദൈവത്തെ യഹോവയ്ക്കുള്ള നാം മഹത്വം കൊടുത്ത്, ശരീരം വിട്ടുകൊടുത്ത്, തൊണ്ട കർത്താവിനായി തുറന്ന്, നാവിനെ ഏൽപ്പിച്ച്, ആധരത്തെ വിട്ടുകൊടുത്ത് രാത്രി എല്ലാവരും അല്പസമയം ശക്തമായ ദൈവത്തെ ആരാധിക്കണം. നിത്യജീവൻ നിനക്കേ വിടുമേ, നിപ്പെരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ, നിപ്പെരും ജീവ പുസ്തകത്തിൽ ഉണ്മയായിരുന്നു എഴുതിടുമേ. വരുവീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു